പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ ആമേൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് സെവറിയോസ് ഓഫ് അന്ത്യോക്കിൻ്റെ ജീവചരിത്രമായിരുന്നു. മോർ സെവറിയോസ് ഓഫ് അന്ത്യോക്ക്, എങ്ങനെയാണ് അദ്ദേഹം അന്ത്യോക്യ സഭയ്ക്ക് ബദലായി സമാന്തരമായിട്ടൊരു സഭാ സംഘടന കെട്ടിപ്പണിതത് എന്നുള്ള വിഷയം വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. മാത്രമല്ല, അദ്ദേഹം താൻ തന്നെ നേരിട്ട് വാഴിച്ച ബിഷപ്പ്മാരുടെ പേരുൾപ്പെടെ മാത്രമല്ല അനേകം പുരോഹിതന്മാരെ അദ്ദേഹം വാഴിച്ചതായിട്ട് പറഞ്ഞു. അന്ത്യോക്യ സഭയുടെ സമാന്തര സഭ എന്നുള്ള നിലയിൽ ആ പ്രവർത്തനം ആ കാലഘട്ടത്തിൽ നടന്ന ചരിത്രം വളരെ കൃത്യമായിട്ട് വിവരിക്കുകയും ചെയ്തു. പക്ഷേ അവർക്ക് ആർക്കും AD 538 വരെ സർവൈവ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള ചരിത്രവും വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അങ്ങനെ AD 538 സെവറിയോസിൻ്റെ മരണത്തോടെ താൻ സമാന്തരമായിട്ട് കെട്ടിപ്പണിത ആ അന്ത്യോക്യ സഭയുടെ ബദലായി താൻ കെട്ടിപ്പണിത ആ സഭ അല്ലെങ്കിൽ ആ സംഘടന അത് അവസാനിച്ചു എന്നുള്ള ചരിത്രം വളരെ കൃത്യമായിട്ട് വിശദീകരിച്ചു. മാത്രമല്ല, അവരുടെ തന്നെ ചരിത്രകാരനായ ജോൺ ഓഫ് എഫെസസ് താൻ കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ്, ഞങ്ങൾക്ക് ഇടയനില്ലാതെ, ബിഷപ്പ്മാരില്ലാതെ, പുരോഹിതന്മാരില്ലാതെ തങ്ങളുടെ ജനം ആ കാലഘട്ടത്തിൽ കഴിഞ്ഞ ഒരു അവസ്ഥയെപ്പറ്റി കൃത്യമായിട്ട് തൻ്റെ ഒരു വിലാപം ഉള്ളത് കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുമാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് യാക്കോബയ സഭയുടെ ഉത്ഭവമാണ്. യാക്കോബയ സഭ, സിറിയാക് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് അന്ത്യോക്ക്, ആ സഭയുടെ ഉത്ഭവത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏവർക്കും കാത്തലിക് ട്രഡീഷൻസ് ആൻഡ് ക്രോണിക്കിൾസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. യാക്കോബ സഭയുടെ ഉത്ഭവം യാക്കോബ് ബർദ്വാനയിലൂടെയാണ്. യാക്കോബ് ബർദ്വാന AD 500 ജനിക്കുന്നത്. AD 527-28 കാലയളവിൽ അദ്ദേഹം തിയോഡോറോ രാജ്ഞിയുടെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്, തിയോഡോറോ രാജ്ഞിയുടെ അഭ്യർത്ഥന പ്രകാരം താൻ കോൺസ്റ്റന്റിനോപ്പിളിലേക്ക് വരികയാണ്. അവിടെ രാജ്ഞിയുടെ ആദരം സ്വീകരിച്ച് കൊട്ടാരത്തിൽ കഴിയാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു മൊണാസ്ട്രിയിലേക്ക്, കോൺസ്റ്റന്റിനോപ്പിൾ ഒരു മൊണാസ്ട്രിയിൽ അദ്ദേഹം ജീവിച്ചു എന്നാണ് ചരിത്രം കൃത്യമായിട്ട് പറയുന്നത്. യാക്കോബ് ബർദ്വാന 15 വർഷം കോൺസ്റ്റന്റിനോപ്പിളിൽ ആ കാലയളവിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച സെവറിയോസിൻ്റെ ജീവചരിത്രത്തിൻ്റെ ബാക്കി പത്രം എന്ന നിലയിലാണ് ഈ ചരിത്രവും വരുന്നത്. സെവറിയോസിൻ്റെ കൈവപ്പിൽ വാഴിക്കപ്പെട്ട ബിഷപ്പ്മാരും അതുപോലെ തന്നെ ഈ പറയുന്ന പുരോഹിതന്മാരും ഒക്കെ ആ സമയത്ത് ദേ വർ ഓൾ ഡൈഡ് ഔട്ട്. ആ ഒരു കാലഘട്ടം ആരും സർവൈവ് ചെയ്യാതിരുന്ന ഒരു കാലയളവിൽ, ഈ ഒരു കാലയളവിൽ അന്ത്യോക്യ സഭയ്ക്ക് സമാന്തരമായിട്ട് ഒരു മിയാഫിസൈറ്റിക് സഭ ഉണ്ടാവണം എന്നൊരാവശ്യം രണ്ടുപേരുടെ മനസ്സിൽ ഉദിക്കുകയാണ്. ഒന്ന് തിയോഡോറോ രാജ്ഞി, അതുപോലെ തന്നെ ഗസാനിയിലെ രാജാവാണ്, അറേബ്യയിലെ ഗസാനിയിലെ രാജാവായിരുന്ന ഗസുനിറ്റ് കിങ് ആയിരുന്ന അൽ ഹരിത്ത് ഇബിൻ ജബാല എന്ന് പറഞ്ഞ അൽ ഹരിത്ത് എന്ന രാജാവും കോൺസ്റ്റന്റിനോപ്പിൾ ചക്രവർത്തിയുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു അലൈ തന്നെയായിരുന്നു ഈ ഗസാനിയിലെ ഈ രാജാവ് എന്നുള്ളത്. ചുരുക്കം പറഞ്ഞാൽ ഇവർ രണ്ടുപേരും, അതായത് തിയോഡോറോ രാജ്ഞിയും അതുപോലെ തന്നെ അൽ ഹരിത്ത് എന്നുള്ള ഈ ഒരു രാജാവും, ഇവർ രണ്ടുപേരുടെയും താല്പര്യാർത്ഥം പുതിയൊരു തീരുമാനത്തിലേക്ക് വരികയാണ്. ഒരു മിയാഫിസൈറ്റിക് സഭാ സമൂഹം കെട്ടിപ്പണിയണം എന്നുള്ള ആഗ്രഹം. നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സെലക്റ്റീവായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള നോൺ കാൽസിഡോണിയൻ നടപടികളൊക്കെ ജസ്റ്റീനിയൻ ചക്രവർത്തി നടത്തി എന്നുള്ളത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആരും സർവൈവ് ചെയ്യാൻ സാധിച്ചില്ല. ആരൊക്കെ ബാക്കിയുണ്ടെന്ന് അവരൊക്കെ പിടിച്ച് ജയിലിലിടുകയും അതുപോലെ തന്നെ ഒരുപാട് പേര് എർത്ത്ക്വേക്കിലും മറ്റുമൊക്കെ മരണമടഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങളുണ്ട്. ജയിൽ വെച്ച് തന്നെ മരണമടഞ്ഞവരുണ്ട്, അതല്ലാതെ പിടിച്ചവരെ കൊന്നതായിട്ടുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. എനിവേ, ആരും സർവൈവ് ചെയ്തില്ല എന്നൊരവസ്ഥയിലാണ് ഇത്തരത്തിൽ ഒരു സമാന്തര നീക്കം തിയോഡോറോ രാജ്ഞിയും അതുപോലെ തന്നെ ഈ അൽ ഹരിത്ത് എന്ന് പറഞ്ഞ ഈ രാജാവും കൂടി ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് അന്ത്യോക്യ മാത്രമല്ല, അറേബ്യയിൽ കൂടി കവറേജ് ഉണ്ടാവണം, അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് വരണം എന്നുള്ള താല്പര്യം കൂടിയുണ്ട്. കാരണം കോൺസ്റ്റന്റിനോപ്പിളിലും പ്രത്യേകിച്ച് ചക്രവർത്തിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ആ ഇൻഫ്ലുവൻസിൽ, ഡയറക്റ്റ് ഇൻഫ്ലുവൻസിൽ നിൽക്കുന്ന സ്ഥലങ്ങളിൽ പെർസിക്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അവർക്ക് സേഫായിട്ട് താമസിക്കാൻ പറ്റിയൊരു ഇടം തന്നെയായിരുന്നു ഗസാനിയിലെ രാജാവിൻ്റെ ആ സ്ഥലം എന്നുള്ളത്. ജിയോഗ്രഫിക്കലി അറേബ്യൻ പെനിൻസുലയിൽ താമസിക്കുക എന്നുള്ളത് എളുപ്പമായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് ഇവർ വരികയാണ്. അതിന് പറ്റിയ ഒരാൾ വേണം. തിയോഡോറയ്ക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആ പറയുന്നതിന് മുമ്പേ തിയോഡോറെ പറ്റി ഒരു ചെറിയൊരു ചരിത്രം കൂടി പറയേണ്ട ആവശ്യകതയുണ്ട്. അതും കൂടി ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യുകയാണ്. ഒരുപാട് അത് എലാബറേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമല്ല, അത് വല്ലാത്തൊരു ചരിത്രം കൂടിയാണ്. താൻ ക്രിസ്ത്യാനി ആകുന്നതിന് മുമ്പുണ്ടായിരുന്ന ചരിത്രം എന്നുള്ളത് വളരെ സ്കാൻഡലസ് ആയിരുന്നു.
തിയോഡോറോ രാജ്ഞിയെ പറ്റിയുള്ള ചരിത്രം സെക്യുലർ ഹിസ്റ്റോറിയൻസ് ഈവൻ അറ്റ് ദാറ്റ് ടൈം, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രൊക്കോപ്പിയസിനെ പോലുള്ളവർ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഷി വാസ് എ സ്ട്രിപ്പ് ഡാൻസർ, അതുപോലെ തന്നെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. അതായത് ജസ്റ്റിനിയൻ ചക്രവർത്തിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു ആക്ട്രസ് എന്നുള്ള നിലയിലൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ തിയോഡോറോ രാജ്ഞി. എങ്ങനെ ജസ്റ്റിനിയനെ വശീകരിച്ച് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി തീർന്നു എന്നുള്ളതാണ്. അവരുടെ വിവാഹത്തിന് തന്നെ ചില എക്സാംഷൻസ് കൊടുക്കേണ്ടതായിട്ട് ആവശ്യം വന്ന് ജസ്റ്റിൻ ചക്രവർത്തിക്ക് വേണ്ടി വന്നു എന്നുള്ള ചരിത്രം കൂടിയുണ്ട്. എനിവേ, ജസ്റ്റീനിയൻ ചക്രവർത്തി ആയപ്പോൾ സ്വാഭാവികമായിട്ടും തിയോഡോറ രാജ്ഞിയായി മാറി. തിയോഡോറയ്ക്ക് മിയ ഫിസാറ്റിക് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഉണ്ട് എന്നുള്ള ചരിത്രമുണ്ട്. അതിന് ശേഷം കൺവേർട്ടഡ് ആയി എന്ന് പറയുന്ന മറ്റ് ചരിത്രമുണ്ട്. എന്തായാലും ഷി വാസ് എ മിയ ഫിസാറ്റിക് സിമ്പതൈസർ. അവരെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ഈ പറഞ്ഞ തിയോഡോറ രാജ്ഞി. സെവറിയോസിന് വേണ്ടി എല്ലാ സഹായങ്ങളും, പ്രത്യേകിച്ച് എക്സൈലായിരുന്ന സമയത്ത് എക്സൈലിൽ പോകുവാനായിട്ട് ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചതും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നാവ് കണ്ടിക്കും എന്നൊക്കെയുള്ള വാർത്തയൊക്കെ കൊടുക്കുന്നത് ഈ പറഞ്ഞ തിയോഡോറ ആയിരുന്നു എന്നുള്ള വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അങ്ങനെ മിയ ഫിസാറ്റിക് സർക്കിളിനെ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും കൂടി നിൽക്കുക എന്നൊരു ആഗ്രഹം തിയോഡോറ രാജ്ഞിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തിയോഡോറ രാജ്ഞിയും അതുപോലെ തന്നെ ഈ അൽ ഹരിത്തും ഇബിൻ അൽ ജബാല ഇവർ രണ്ടുപേരും നോൺ കാൽസുലൻ വിഭാഗത്തിൽപ്പെടുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ഒരു സമാന്തരമായിട്ടൊരു ഒരു സഭാ സംഘടന ഉണ്ടാക്കണം എന്നൊരു താല്പര്യം, സെവറിയോസിന് കഴിയാതെ പോയ ആ ഒരു കാര്യം അത് ഇവർക്ക് നിർവഹിച്ചെടുക്കണം എന്നൊരു താല്പര്യം ഇവരുടെ ഉള്ളിൽ ഉദിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ നടത്തിയെടുക്കാൻ ഒരു കാൻഡിഡേറ്റ് അവർക്ക് വേണമായിരുന്നു. തിയോഡോറ രാജ്ഞിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അവർ വളരെ കൃത്യമായിട്ട് യാക്കോബ് ബർദുവാനെ ഈ ഒരു മിഷന് വേണ്ടി നിയോഗിക്കുകയാണ് ചെയ്തത്. അതിന് കാരണങ്ങളായിട്ട് യാക്കോബായ സഭയുടെ തന്നെ ചരിത്രത്തിൽ പറയുന്നത്, ഇദ്ദേഹം വളരെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, മരിച്ചവരെ പോലും ഉയർപ്പിച്ചു, ഒരുപാട് സൗഖ്യങ്ങളൊക്കെ ചെയ്തു, മാത്രമല്ല സൂര്യനെ നിർത്തി എന്നൊക്കെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ. അതൊക്കെ പിന്നീട് വന്നിരിക്കുന്ന, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ പിന്നീട് വന്നിരിക്കുന്ന സിറിയാക് ഹാഗിയോഗ്രാഫീസിലാണ് ഇതൊക്കെ വരുന്നത്. അതൊക്കെ 7-ാം നൂറ്റാണ്ട്, 8-ാം നൂറ്റാണ്ട്, 9-ാം നൂറ്റാണ്ട്, 10-ാം നൂറ്റാണ്ടുകളിലൊക്കെ എഴുതപ്പെട്ടതാണ്. ഇതൊക്കെ അതിനുശേഷം എഴുതപ്പെട്ടവയും ഉണ്ട്. ഈ വക കാരണങ്ങളാണ് യാക്കോബായക്കാർ പൊതുവേ പറയുന്നതെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 15 വർഷം യാക്കോബ് ബർദുവാനെ കോൺസ്റ്റാന്റിനോപ്പിളിൽ ഉണ്ടായിരുന്നു. ആ മൊണാസ്ട്രിയിലൊക്കെ, മാത്രമല്ല അത്ര ശക്തമായ ആൻറ്റി നോൺ കാൽസിഡോണിയൻ ക്രാക്ക് ഡൗൺസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സെലക്റ്റീവ് ആണെങ്കിൽ പോലും നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കോൺസ്റ്റാന്റിനോപ്പിൾ തന്നെ ഇദ്ദേഹത്തിന് സർവൈവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവിൻ്റെ ഒക്കെ ഒരു ഉദാഹരണമായിട്ട് തിയോഡോറ രാജ്ഞിക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണുമായിരിക്കാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ AD 528 അല്ലെങ്കിൽ 527 യാക്കോബ് ബർദുവാനെ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് തിയോഡോറ രാജ്ഞി ക്ഷണിക്കുന്നത് തന്നെ. അപ്പോൾ 15 വർഷത്തിന് ശേഷം ഈ ഒരു വിഭാഗം, പ്രത്യേകിച്ച് സമാന്തരമായിട്ട് സെവറിയോസ് കെട്ടിപ്പടുത്ത ഈ ഒരു സമാന്തര സമൂഹം അത് ഇല്ലാതായി പോകുന്നു. ആ സമാന്തര സംഘടനയുടെ ബിഷപ്പ്മാരൊക്കെ കാലയവനികയ്ക്ക് പിന്നിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ള ചരിത്രം മനസ്സിലാക്കിയ തിയോഡോറയ്ക്ക് ഇതൊക്കെ നടത്തിയെടുക്കാൻ വളരെ സമർത്ഥനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് യാക്കോബ് ബർദുവാനെ മനസ്സിലായി എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് യാക്കോബ് ബർദുവാനെ ഈ വിഷയത്തിന് വേണ്ടി, ഈ ഒരു മിഷന് വേണ്ടി തിരഞ്ഞെടുക്കുകയാണ്. ഇത് നടക്കുന്നത് AD 544 അതായത് സെവറിയോസ് മരണപ്പെട്ടതിന് 6 വർഷത്തിന് ശേഷം ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകുന്നു. മാത്രമല്ല യാക്കോബ് ബർദുവാനെ എഡേസയുടെ ബിഷപ്പായിട്ട് കോൺസ്റ്റാന്റിനോപ്പിളിൽ വെച്ചിട്ട് വാഴിക്കുകയാണ് ചെയ്തത്. അങ്ങനെ AD 544 കോൺസ്റ്റാന്റിനോപ്പിൾ ഒരു ഫോർട്രസിൽ ഇംപ്രസൻഡ് ആയിരുന്ന തിയോഡോഷ്യസ് ഓഫ് അലക്സാൻഡ്രിയ, അതായത് കോപ്റ്റിക് പാത്രിക്കീസ് ആയിരുന്നു. അദ്ദേഹത്തെ AD 536 തൽസ്ഥാനത്ത് നിന്ന് ഡിപ്പോസ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹവും. അതുപോലെ തന്നെ ഡിപ്പോസ് ചെയ്യപ്പെട്ട മറ്റൊരു പാത്രിക്കീസ്, കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പാത്രിക്കീസ് ആയിരുന്ന അന്തിമോസ്, അദ്ദേഹവും. അതുപോലെ തന്നെ കോൺസ്റ്റാന്റിയസ് ഓഫ് ലയോഡീഷ്യ, അതുപോലെ തന്നെ പീറ്റർ ഓഫ് ഈജിപ്റ്റ്, അങ്ങനെ മറ്റ് ചില ബിഷപ്പ്മാരോട് ചേർന്നിട്ട്, അതായത് ഏകദേശം 4-5 ബിഷപ്പ്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ചരിത്രം. ഇവരെല്ലാവരോട് ചേർന്നിട്ട് കോപ്റ്റിക് പാത്രിക്കീസാണ് കൈവെപ്പ് കൊടുക്കുന്നത്. അദ്ദേഹമാണ് വാഴിക്കുന്നത്. വാഴിച്ച കോപ്റ്റിക് പാത്രിക്കീസും അതുപോലെ തന്നെ കോൺസ്റ്റാന്റിനോപ്പിളിലെ മുൻ പാത്രിക്കീസ് ആയിരുന്ന അന്തിമോസ്, ഇവരൊക്കെ ഡിപ്പോസ് ചെയ്യപ്പെട്ടവരാണ്. ഇവരുടെ സ്ഥാനത്ത് ആ കാലഘട്ടത്തിൽ മറ്റ് ആൾക്കാർ ഫങ്ഷൻ ചെയ്യുന്നുമുണ്ട്. ഇങ്ങനൊരു ചരിത്രം കൂടിയുണ്ട്. അതേസമയം സെവറിയോസിൻ്റെ ഡിപ്പോസിഷൻ പോലെ ഒരു അവസ്ഥയായിരുന്നില്ല കോപ്റ്റിക് പാത്രിക്കീസിൻ്റേത്. കാരണം സെവറിയോസിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞു. അതിനുശേഷം സിനഡ് കൂടി പുതിയൊരു പാത്രിക്കീസിനെ തിരഞ്ഞെടുക്കുകയും അദ്ദേഹം വാഴിക്കപ്പെടുകയും ചെയ്തു.
അതേസമയം കോപ്റ്റിക് പാത്രിക്കസിൻ്റെ കാര്യത്തിൽ അവർ വളരെ നേരത്തെ പറഞ്ഞ പോലെ കോപ്റ്റിക്സ് അവിടെ വളരെ അലക്സാണ്ട്രിയ വളരെ സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഡിപ്പോസ് ചെയ്തത് ചക്രവർത്തിയാണെങ്കിലും അതിന് സിനഡിൻ്റെ ഒരു വാലിഡിറ്റി ഒന്നും ലഭിച്ചതായിട്ടുള്ള ചരിത്രമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതേസമയം രാജാവിൻ്റെ അധികാരം ഉപയോഗിച്ച് തന്നെ പുതിയൊരു പാത്രിക്കസിനെ അവരവിടെ അവരോധിക്കുകയും ചെയ്തു എന്നൊരു കാര്യം കൂടിയുണ്ട്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, രാജാവ് എങ്ങനെയാണ് ഇങ്ങനെ ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തതെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒറ്റയ്ക്കെടുത്ത തീരുമാനമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം മറ്റുള്ള പാത്രിക്കസ്മാരോടൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് തന്നെയാണ് അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് വരുന്നത്. കാരണം സഭയെന്ന് പറഞ്ഞാൽ ഇത് ഒരു പാട്രിക്കേറ്റ് മുഴുവൻ, അല്ലെങ്കിൽ അതിനകത്തിൽ വലിയൊരു ഭൂരിപക്ഷം അതിൽ ഭരണം കൈയാളുന്നവരൊക്കെ അത്തരത്തിൽ മാറിപ്പോകുന്നുണ്ടേ കൗൺസിൽ എല്ലാം അംഗീകരിക്കണം എന്നൊരു ഡിക്റ്റാക്റ്റ്, അത്തരത്തിൽ അത് അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുക്കണമെന്ന് ചക്രവർത്തി ഉത്തരവിടുമ്പോൾ അത് കൃത്യമായ ഉത്തരവ് തന്നെയാണ്. കാരണം സഭയുടെ എക്യൂമെനിക്കൽ കൗൺസിൽസ് അംഗീകരിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിനോട് വിമുഖതയുള്ള, അതിനോട് എതിർപ്പുള്ളവർ അത് അംഗീകരിക്കുകയില്ലല്ലോ, അത് മറ്റൊരു കാര്യമാണ്. അതേസമയം രാജാവ് ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല എന്ന് പറയാൻ മറ്റൊരു കാരണം, ബാക്കിയുള്ള പാത്രിക്കസ്മാർ ഒരു പാട്രിയാർക്കേറ്റ് മാത്രമാണ് അത്തരത്തിൽ വിഘടിച്ച് നിൽക്കുന്നത്. അന്ത്യോക്യയിലുള്ള പാട്രിയാർക്കേറ്റും കോൺസ്റ്റന്റിനോപ്പിളിലെ പാട്രിയാർക്കേറ്റും അതുപോലെ തന്നെ റോമിലെ മാർപ്പാപ്പയും ഇവരെല്ലാവരും ഇത്തരത്തിൽ ഈ വിഷയത്തിൽ യോജിപ്പാണ്. അതുപോലെ തന്നെ യെരുശലേമിലെ പാത്രിയാർക്കീസും ഇവരെല്ലാവരും ഈ വിഷയത്തിൽ യോജിപ്പാണുള്ളത്. അപ്പോൾ ഇതിനകത്തിൽ മാറി നിൽക്കുന്ന, വിഘടിച്ച് നിൽക്കുന്ന ഒരേ ഒരു പാട്രിയാർക്കേറ്റായ ഈ പറയുന്ന അലക്സാണ്ട്രിയയിലെ പാട്രിയാർക്കേറ്റ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളത് ചക്രവർത്തിയിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം കൂടിയാണ്, ക്രിസ്ത്യാനിയായിട്ടുള്ള ചക്രവർത്തിയിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം കൂടിയാണ് എന്നുള്ളത് അതും നമ്മൾ വിസ്മരിച്ചുകൂടാ എന്നുള്ള കാര്യം കൂടി ഞാൻ കൂട്ടത്തിൽ പറയുകയാണ്. അങ്ങനെ ഈ ഡിപ്പോസ്ഡ് ആയിട്ടുള്ള 2 പാത്രിക്കസ്മാരും കൂടെ ഉണ്ടായിരുന്ന ഇംപ്രിസൻഡ് ആയിട്ടുള്ള മറ്റ് 3-4 ബിഷപ്പ്മാരും ചേർന്നാണ് ഈ യാക്കോബ് ബൃദ്വാനെ എഡേസയിലെ ബിഷപ്പായിട്ട് വാഴിക്കുന്നത്. ഇതിനകത്തിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എഡേസയിൽ ഈ കോപ്റ്റിക് പാത്രിയാർക്കീസിന് ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്നുള്ളതാണ്. നിക്ക കൗൺസിൽ 6ാം കാനോൻ അനുസരിച്ച് അലക്സാണ്ട്രിയയിലെ പാട്രിയാർക്കേറ്റിന്, ബിഷപ്പ് ഓഫ് അലക്സാണ്ട്രിയയ്ക്ക് ഉള്ള ജൂറിസ്ഡിക്ഷൻ വളരെ കൃത്യമായിട്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ജൂറിസ്ഡിക്ഷനാണ് നൽകപ്പെട്ടിരുന്നത്. അത് ഈജിപ്തിലും ലിബിയയിലും പെൻറ്റാപോളിസ് ആ പ്രദേശങ്ങളിലാണ് ബിഷപ്പ് ഓഫ് അലക്സാണ്ട്രിയയ്ക്ക് അധികാരമുള്ളത്. അതിനപ്പുറം അധികാരം എക്സേർട്ട് ചെയ്യാനായിട്ട് ബിഷപ്പ് ഓഫ് അലക്സാണ്ട്രിയയ്ക്ക് അവകാശമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കാനോൻ 4-ൽ വളരെ കൃത്യമായിട്ട്, നിക്ക കൗൺസിലിലെ കാനോൻ 4-ൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഏതെങ്കിലും ബിഷപ്പ്മാരെ അതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ സ്ഥലത്തെ മെട്രോപൊളിറ്റൻ്റെ അനുമതിയോട് കൂടി ആയിരിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട്. മാത്രമല്ല 3 ബിഷപ്പ്മാർ കുറഞ്ഞ പക്ഷം ഉണ്ടായിരിക്കണം എന്നുള്ളതും ആ മെട്രോപൊളിറ്റൻ്റെ അനുമതിയോട് കൂടെ വേണം ചെയ്യാനെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ ഉണ്ടായിരുന്ന ഈ പറയുന്ന അലക്സാണ്ട്രിയയിലെ പാത്രിയാർക്കീസ് തൻ്റെ അധികാര പരിധിക്കപ്പുറം, തനിക്ക് അധികാരമില്ലാത്ത സ്ഥലത്തേക്ക് ഒരിക്കലും യാക്കോബ് ബൃദ്വാനെ വാഴിക്കാൻ അവകാശമില്ല. അത് 2 പേർക്കും ഇല്ല. അതായത് അന്തിബോസിനും ഇല്ല, 2 പേരും ഓൾറെഡി ഡിപ്പോസ്ഡ് ആണെന്നുള്ള ഒന്നാമത്തെ കാര്യം. എന്നാലും ഇവരിപ്പം ഡിപ്പോസ്ഡ് അല്ല എന്ന് പറയുവാണെങ്കിൽ പോലും അതിനുള്ള അധികാരം അവർക്ക് 2 പേർക്കും ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു ബിഷപ്പിനെ വാഴിക്കേണ്ടത് എവിടെയെങ്കിലും ഒളിവിൽ, രാത്രിയുടെ മറവിലല്ല വാഴിക്കേണ്ടത്, ആ സ്ഥലത്ത് തന്നെ വെച്ചിട്ടാണ് വാഴിക്കേണ്ടത്. ഇരുട്ടിൻ്റെ മറവിൽ ഒരു ഫോർട്രസിൽ ആരും അറിയാതെ സീക്രട്ടീവ്ലി വാഴിക്കുക എന്നുള്ളൊരു തെറ്റുകൂടി അവർ ചെയ്തു എന്നുള്ളതാണ്. മാത്രമല്ല, നിക്ക കൗൺസിലിലെ കാനോൺ 15-ൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് എങ്ങനെയാണ്, ബിഷപ്പ് ഷാൽ നോട്ട് മൂവ് ഫ്രം വൺ സിറ്റി ടു അനദർ, ദോസ് ഹു ഡു സോ ആർ ടു ബി റിസ്റ്റോർഡ് ടു ദർ ഒറിജിനൽ സീ. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നത്, അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോവുക, അവിടെ പോയിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, സമാന്തര പ്രവർത്തനം നടക്കാൻ അതിനൊന്നും യാതൊരു അവകാശം ബിഷപ്പ്മാർക്കില്ല. അവരെ തന്നെ ഡയോസിസിൽ, അവരുടെ സീ തന്നെ അവർ ഡിസ്ട്രിക്റ്റിൽ ആയിരിക്കണം അവരുടെ പ്രവർത്തനം എന്നുള്ളത് വളരെ കൃത്യമാണ്. ചുരുക്കം പറഞ്ഞാൽ, നിക്ക കൗൺസിലിലെ ഈ 3 കാനോനുകൾ, കാനോൺ 4, കാനോൺ 6 ആൻഡ് കാനോൺ 15, ഈ 3 കാനോനുകൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ യാക്കോബ് ബൃദ്വാനെ വാഴിച്ചത് എന്നുള്ളതാണ്. ഇരുട്ടിൻ്റെ മറവിൽ രാത്രിയിൽ വാഴിച്ചു എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം. കാനോനുകളുടെ ലംഘനം അവിടെ അവസാനിക്കുന്നില്ല, ഇവിടെ തുടങ്ങുകയാണ്. അതായത് 2ാമത്തെ കൗൺസിൽ, കോൺസ്റ്റന്റിനോപ്പിളിലെ കൗൺസിൽ, ആ കൗൺസിലിലെ കാനോൻ അനുസരിച്ച്, അതിൻ്റെ കാനോൻ 2 കൃത്യമായിട്ട് പറയുന്നുണ്ട്, ബിഷപ്സ് മസ്റ്റ് നോട്ട് ഇൻട്രൂഡ് ഇൻ ടു ചർച്ചസ് ഔട്ട്സൈഡ് ദർ ഡയോസിസ് നോർ ഡിസ്റ്റർബ് ചർച്ചസ് ബിയോണ്ട് ദർ ബൗണ്ട്സ്. അപ്പം ഇതിനകത്തും വളരെ കൃത്യമായിട്ട് പറഞ്ഞത് എന്താണ്, ഒരിക്കലും മറ്റുള്ളവർ ജൂറിസ്ഡിക്ഷൻ കടന്നു ചെല്ലുകയോ അവരെ ഡിസ്റ്റർബ് ചെയ്യുകയോ അല്ലെങ്കിൽ സമാന്തരമായിട്ട് പ്രവർത്തനം നടത്തുകയോ ഒന്നും ചെയ്യാനുള്ള അവകാശമില്ല എന്നുള്ളത്. ഇതൊക്കെ ഇവർ കാറ്റിൽ പറത്തും. അപ്പോൾ കാനോൺ 2 അവിടെ കാറ്റിൽ പറത്തുന്നു. പിന്നെ അതുപോലെ തന്നെ അടുത്ത കൗൺസിൽ, അതിന് ശേഷം നടന്ന കൗൺസിൽ AD 431 എഫെസോസ് കൗൺസിൽ, 3ാമത്തെ എക്യുമെനിക്കൽ കൗൺസിൽ, ആ കൗൺസിലിലെ കാനോൺ 7-ൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇറ്റ് ഈസ് അൺലോഫുൾ ഫോർ എനി വൺ ടു പ്രൊഡ്യൂസ്, റൈറ്റ് ഓർ കമ്പോസ് അനദർ ഫെയ്ത്ത് or to introduce
ഇന്നോവേഷൻസ്. ഇതിൻ്റെ ബ്ലേറ്റൻ്റ് ആയിട്ടുള്ള ലംഘനം തന്നെയാണ് സെവറിയോസ് നടത്തിയെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ആശയത്തെ പിൻപറ്റിയവരാണ് ഇത്തരത്തിൽ ഈ സമാന്തരമായിട്ട് സംഘടന ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് ഓർക്കണം. അതായത് ലാർജർ സഭ മുഴുവൻ അത്തരത്തിൽ വളരെ കൃത്യമായ നിലപാടിൽ കാൽസിഡോൺ കൗൺസിൽ ഇപ്പോൾ അംഗീകരിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ ആ കൗൺസിലിനെ തള്ളിക്കൊണ്ട്, അതായത് അതേ കൗൺസിൽസിൻ്റെ കണ്ടിന്യൂഷനാണ് കാൽസിഡോൺ കൗൺസിൽ എന്നുള്ളത്, അതിനെ തള്ളിക്കൊണ്ട് സമാന്തരമായിട്ട് പുതിയ വിശ്വാസത്തിലേക്ക് നീങ്ങിപ്പോയി എന്നുള്ളതാണ് അതിനകത്ത് ചിന്തിക്കേണ്ടതാണ്. അത് മാത്രമല്ല, എഫെസോസ് കൗൺസിലെ കാനോൻ 8 വളരെ കൃത്യമായിട്ട് പറയുന്നത്, നോ ബിഷപ്പ് ഷാൽ ഇൻവൈഡ് അനദർ പ്രൊവിൻസ് അണ്ടർ എനി പ്രീടെക്സ്റ്റ്, ഏൻഷ്യന്റ് റൈറ്റ്സ് മസ്റ്റ് ബി പ്രിസർവ്ഡ്. അപ്പോൾ ഇതുതന്നെയാണ് മറ്റൊരു തരത്തിൽ മറ്റ് കാനോനുകൾ വളരെ കൃത്യമായിട്ട് പറയുന്നത്. വളരെ എക്സ്പ്ലിസിറ്റ്ലി ഈ 3 കൗൺസിൽസിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അതായത് സമാന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് മറ്റൊരു കയറി ഇൻവേഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവിടെ അത്തരത്തിൽ തെറ്റായിട്ട് ജൂറിസ്ഡിക്ഷൻ ഇല്ലാതിരിക്കെ അത്തരത്തിൽ ബിഷപ്പ്മാരെ വാഴിക്കാനായിട്ട് യാതൊരു അവകാശമില്ലാതിരിക്കെ ഈ കാനനുകൾ, അതായത് ഞങ്ങൾ ആദ്യത്തെ 3 കൗൺസിലുകളാണ് അംഗീകരിക്കുന്നതെന്നാണ് ഈ പറയുന്ന ഓറിയന്റൽസ് ബേസിക്കലി പറയുന്നത്, കോപ്റ്റിക്കാരും ജാക്കബൈറ്റ്സും ഒക്കെ പറയുന്നത്. പക്ഷേ ഇവരുടെ സഭയുടെ തുടക്കം തന്നെ യാക്കോബർദ്വാനാണ് തുടങ്ങാൻ പോകുന്നത്. എൻ്റെ ചരിത്രം ഇനി പറയാൻ പോകുന്നത്. ഈ തുടക്കം തന്നെ എന്താണ്? ഈ 3 കൗൺസിൽസിൽ, നിക്കിയ കൗൺസിലിലെയും കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിലിലെയും എഫെസോസ് കൗൺസിലിലെയും കാനനുകളുടെ ലംഘനം നടത്തിക്കൊണ്ടാണ്, ആ കാനനുകളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ യാക്കോബ് ബർദ്വാനയെ എഡേസിലെ ബിഷപ്പായിട്ട് വാഴിച്ചത് എന്നുള്ളതാണ് ഇവിടെ നടന്നിരിക്കുന്ന ഏറ്റവും വലിയ അപരാധം എന്നുള്ളത്. ചുരുക്കം പറഞ്ഞാൽ, യാക്കോബ് ബർദ്വാനെ വാഴിച്ചപ്പോൾ അന്ത്യോക്യ സഭയുടെ ഒരു മെത്രാൻ പോലും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് കോപ്റ്റിക് പോപ്പായിരുന്ന തിയോഡോഷ്യസ്, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2-3 ബിഷപ്പ്മാരുണ്ടായിരുന്നു. പീറ്റർ എന്നുള്ള പേരുള്ള, മറ്റു പേരുള്ള 1-2 പേരുണ്ടായിരുന്നു. മാത്രമല്ല അന്തിമോസ് എന്ന് പറഞ്ഞ സ്ഥാനപ്രശ്നമാക്കപ്പെട്ട മുൻ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ പാത്രിയർക്കീസ്, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റാന്റിയസ് ഓഫ് ലവോഡീഷ്യ, ലവോദിക്കയിലെ കോൺസ്റ്റാന്റിയസ് ഇദ്ദേഹം. ഈ ലവോദിക്ക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മുടെ ബൈബിളിൽ തന്നെ മെൻഷൻ ചെയ്യുന്ന ലവോദിക്ക സഭയുണ്ടല്ലോ, ആ സഭയിലുള്ള തന്നെ ബിഷപ്പായിരുന്നു ഇദ്ദേഹം. അതായത് ടർക്കിയിലുള്ള ലവോദീഷ്യയെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ വളരെ പിൽക്കാലത്ത് ഇത് സിറിയയിൽ ഒരു ലവോദീഷ്യ ഉണ്ടായിരുന്നു. അപ്പോൾ സിറിയയിലെ ബിഷപ്പാണ് എന്നൊരു ക്ലെയിം വളരെ പിൽക്കാലത്ത്, അതായത് AD 700-800 ശേഷം അത്തരത്തിലൊരു ക്ലെയിം ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അത് വളരെ തെറ്റാണ്. കാരണം ഇതിൻ്റെ പ്രൈമറി സോഴ്സ് എന്നുള്ളത് ജോൺ ഓഫ് എഫെസസ് ആണ്. ഇവർ തന്നെ, അതായത് യാക്കോബ് ബർദ്വാന തന്നെ നേരിട്ട് വാഴിച്ച, നമ്മൾ കഴിഞ്ഞ ചരിത്രങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ക്രോണിക്കിൾസിൽ നിന്നാണ് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ഉദ്ധരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ, ഈ ജോൺ ഓഫ് എഫെസസ് ഒരിക്കലും ഈ കോൺസ്റ്റാന്റിയസ് ഓഫ് ലവോഡീഷ്യ സിറിയയിലെ ലവോഡീഷ്യ ആണെന്ന് പറയുന്നില്ല. കാരണം അങ്ങനെ ഒരു അന്ത്യോക്യയിലെ ഒരു ബിഷപ്പ് ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ദാറ്റ് ക്യാരിഡ് മച്ച് വെയിറ്റ്. കാരണം അങ്ങനെ അന്ത്യോക്യ സഭയുടെ ഭാഗമായിട്ട് ഒരു ബിഷപ്പ് ഇവിടെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് എഴുതേണ്ടത്. കാരണം സമാന്തരമായിട്ട് ഈ സഭയ്ക്ക് വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത് തന്നെ. അപ്പോൾ സമാന്തര സംഘടന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ എന്നുള്ള നിലയിൽ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ ജോൺ ഓഫ് എഫെസസ് എഴുതേണ്ടതായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലവോഡീഷ്യ ഓഫ് സിറിയ, അല്ലെങ്കിൽ ബ്രാക്കറ്റിലെങ്കിലും സിറിയാന്നോ അന്ത്യോക്കെന്നോ ഒക്കെ എഴുതേണ്ടതായിരുന്നു. അങ്ങനെ ഒരു കാര്യമേ പ്രൈമറി രേഖകളിൽ നമ്മൾ കാണുന്നില്ല. ജോൺ ഓഫ് എഫെസസ് അത്ര എഴുതുന്നില്ല. ജോൺ ഓഫ് എഫെസസ് പറയുന്നത് കോൺസ്റ്റാന്റിയസ് ഓഫ് ലവോഡീഷ്യ എന്നാണ്. അപ്പോൾ ജോൺ ഓഫ് എഫെസസ് പറയുന്ന പേരുകൾ ഇതൊക്കെയാണ്: തിയോഡോഷ്യസ് ഓഫ് അലക്സാൻഡ്രിയ, അന്തിമോസ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ, അതുപോലെ തന്നെ കോൺസ്റ്റാന്റിയസ് ഓഫ് ലവോഡീഷ്യ, അതുപോലെ തന്നെ പീറ്റർ ഓഫ് ഈജിപ്റ്റ്, ജോൺ ഓഫ് ഈജിപ്റ്റ്, അങ്ങനെ വേറെ 1-2 പേരുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ പേരുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ, അത് ട്രാക്ക് ചെയ്താൽ, അതിനകത്തിൽ തിയോഡോഷ്യസിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് ഈ പറയുന്ന ജോണും പീറ്ററും ഒക്കെ. അതേസമയം ഈ കോൺസ്റ്റാന്റിനോപ്പിളിലെ മുൻ പാത്രികീസ് ആയിരുന്ന അന്തിമോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ കോൺസ്റ്റാന്റിനോപ്പിളിൽ തന്നെ ബിഷപ്പായിരുന്ന, ലവോദിക്കയിലെ ബിഷപ്പായിരുന്ന കോൺസ്റ്റാന്റിയസ് എന്നുള്ള വ്യക്തി. ചുരുക്കം പറഞ്ഞാൽ, അന്ത്യോക്യ സഭയുടെ റെപ്രസെൻറ്റേഷൻ ഇല്ലാതെ, ഒരു ബിഷപ്പ് പോലും ഇല്ലാതെയാണ് ഈ പറഞ്ഞ യാക്കോബ് ബർദ്വാനെ എഡേസയിലെ ബിഷപ്പായിട്ട് വാഴിക്കുന്നത്. അതായത് അന്ത്യോക്യയുടെ ജൂറിസ്ഡിക്ഷന് കീഴിലുള്ള എഡേസയുടെ ബിഷപ്പായിട്ട് വാഴിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഇരുട്ടിൻ്റെ മറവിൽ സീക്രട്ടീവ്ലി വാഴിക്കപ്പെട്ട യാക്കോബ് ബർദ്വാന തൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഏഷ്യ മൈനറിലും അതുപോലെ തന്നെ മെസപ്പൊട്ടോമിയയുടെ വിവിധ പ്രദേശങ്ങളിലും സിറിയയിലുമൊക്കെ ഉടനീളം ഇദ്ദേഹം സഞ്ചരിക്കുകയും ഏകദേശം 89-ലധികം ബിഷപ്പ്മാരെ വാഴിക്കുകയും 10,000-കണക്കിന് പുരോഹിതന്മാർക്ക് പട്ടം കൊടുക്കുകയും ചെയ്തു എന്നുള്ളത്. അത് കണ്ടവരെയൊക്കെ പുരോഹിതന്മാരാക്കി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്.
മാത്രമല്ല ആ സഭയുടെ ഒരു തുടക്കത്തിൽ അതിനുശേഷം ഉണ്ടായ ചരിത്രങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. ഈ ഇത്തരത്തിൽ ഉപദേശം അറിയാത്ത കണ്ണി കണ്ടവന്മാരെ അണ്ടനെ അടകോടനൊക്കെ പിടിച്ച് ബിഷപ്പ്മാരും ഇതുപോലെ തന്നെ പാതിരിമാരും ഒക്കെ ആക്കിയതിലുണ്ടായ വിഷയങ്ങളൊക്കെ നമ്മൾ ഇനിയും ചർച്ച ചെയ്യാൻ പോവുകയും കൂടിയാണ്. നീണ്ട 15 വർഷം കോൺസ്റ്റാന്റിനോപ്പിളിൽ പിടിക്കപ്പെടാതെ കഴിയാൻ സാധിച്ച ഈ യാക്കോബ് ബർദ്വാനയ്ക്ക് ഇതൊക്കെ സാധ്യമായിരുന്നു എന്നുള്ളത് തിയോഡോര രാജ്ഞിക്ക് വളരെ വ്യക്തമായിട്ട് അറിവുള്ളതായിരുന്നു. മാത്രമല്ല ഇദ്ദേഹം ഇതൊക്കെ സാധിച്ചെടുത്തത് ഇത്രമാത്രം ഇവർക്കെതിരെയുള്ള ശിക്ഷാ നടപടികളൊക്കെ നിയമ നടപടികളൊക്കെ ശക്തമായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണെന്ന് ഓർത്തോണം. ആ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന് പ്രധാനമായിട്ടും ഇദ്ദേഹം ചാക്ക് വസ്ത്രം ധരിച്ചുകൊണ്ട്, അതായത് ഒരു ഭിക്ഷാടകൻ്റെ ഒക്കെ ഒരു വസ്ത്രത്തിൽ ചാക്ക് വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അത് രണ്ടായിട്ട് വിഭാഗിച്ചെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണ് ബെർദോനോ എന്നുള്ള പേര് തന്നെ അദ്ദേഹത്തിന് വീഴുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഓടി നടന്ന് എല്ലാവരെയും അച്ഛന്മാരും മെത്രാന്മാരുമായിട്ട് വാഴിച്ചു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ വാഴിക്കലിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നുള്ളതാണ്. കുറഞ്ഞ പക്ഷം 3 മെത്രാന്മാരെങ്കിലും വേണം ഒരു മെത്രാനെ വാഴിക്കാനായിട്ട്. മാത്രമല്ല അത് മെത്രോപ്പൊലിത്തൻ്റെ എവിടെ വാഴിച്ചോ അവിടെയുള്ള മെട്രോപ്പൊലിറ്റൻ്റെ അനുമതിയോടെ തന്നെ വേണമെന്നാണ്. ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ്, ഈ ക്യാനലിലൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് യാക്കോബ് ബർദ്വാനെ വാഴിക്കുന്നത്. യാക്കോബ് ബർദ്വാനെ നമ്മൾ ചിന്തിക്കുക, ഒരു സ്ഥലത്ത് പോയിട്ട് ഈ ഇതുപോലെ സീക്രട്ടീവായിട്ട് ആരും കാണാതെ ഇത്തരത്തിൽ വാഴിക്കുകയാണ്, പുരോഹിതന്മാരെയും മെത്രാന്മാരെയൊക്കെ വാഴിക്കുകയാണ്. ഒരാളെ വാഴിച്ചപ്പോൾ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ, കൂടെ ആരുമില്ല. അപ്പം അങ്ങനെ ഇവർ 2 പേരായി. ഇവർ പോയിട്ട് മറ്റൊരാളെ വാഴിക്കുന്നു. ഇപ്പം ഇങ്ങനെ ഓടി നടന്ന് ഇവരെല്ലാവരും കൂടി, ചുരുക്കം പറഞ്ഞാൽ തുടക്കം തന്നെ തെറ്റിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ ചരിത്രം മുന്നോട്ട് കുറേ വർഷങ്ങൾ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ സമാന്തരമായിട്ടൊരു സഭ സ്ഥാപിച്ച് അതിൻ്റെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ യാക്കോബ് ബർദ്വാന മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കെ AD 557 തൻ്റെ തന്നെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിരുന്ന സെർജിയസ് ഓഫ് ടെല്ലയെ ഈ യാക്കോബ് ബർദ്വാന അന്ത്യോക്യയുടെ പാത്രിക്കീസായിട്ട് വാഴിക്കുകയാണ്. അപ്പോൾ ജോൺ ഓഫ് എഫെസസ് തന്നെയാണ് ഈ ബിഷപ്പ്മാരുടെ പേരുകളും അതുപോലെ തന്നെ ഈ വാഴിക്കപ്പെട്ട കാലഘട്ടം AD 557 സെർജിയസ് ഓഫ് ടെല്ലയെ വാഴിച്ചത് എന്നുള്ള ചരിത്രമൊക്കെ പറയുന്നത്. പിന്നീട് AD 800 കാലഘട്ടത്തിലാണ് ഈ സുക്നിൻ ക്രോണിക്കിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പുസ്തകം ടിഗ്രിത്തിലുള്ള വരുന്ന ഒരു മൊനാസ്ട്രിയാണ്. അത് ആ മൊനാസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ചരിത്രത്തിൽ ഈ പേര് മാറ്റിയിട്ട് AD 544 സെർജിയസ് ഓഫ് ടെല്ലയെ വാഴിക്കുന്നതെന്നൊരു തെറ്റായ ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ ഈ തിഗ്രിത്തിൽ തന്നെയാണ് പിന്നീട് മൈക്കൽ റാബോയും അതുപോലെ തന്നെ ബാർബ്രയും ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്താണ് ഫോളോ ചെയ്തത്, അവരുടെ എക്ലിസിയാസ്റ്റിക്കൽ ഹിസ്റ്ററിയിൽ അവർ ഈ AD 544 തന്നെ സെർജിയസ് ഓഫ് ടെല്ല വാഴിക്കപ്പെട്ടു എന്ന് തെറ്റായ ചരിത്രം എഴുതുന്നുണ്ട്. പക്ഷേ പ്രൈമറി സോഴ്സ് ആയ ജോൺ ഓഫ് എഫെസസ് വളരെ കൃത്യമായിട്ട് പറയുന്നത് AD 557 എന്നുള്ളതാണ്. അതായത് യാക്കോബ് ബർദ്വാന തന്നെ നേരിട്ട് വാഴിച്ച, ഞാൻ പറഞ്ഞില്ല 81 ബിഷപ്പ്മാരെ വാഴിച്ച കൂട്ടത്തിൽ വാഴിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. നമ്മൾ കഴിഞ്ഞ ചരിത്രങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ക്രോണിക്കിൾസിൽ നിന്നാണ് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ഉദ്ധരിക്കുന്നത്. AD 557 സെർജിയസ് ഓഫ് ടെല്ലയെ വാഴിക്കുന്നത്. അതുപോലെ തന്നെ യാക്കോബ് ബർദ്വാനെ വാഴിക്കുന്നത് AD 544 ഇതാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിശ്വാസയോഗ്യമായിട്ടുള്ള എവിഡൻസ് എന്നുള്ളത്. ബാക്കിയുള്ളതൊക്കെ വളരെ പിൽക്കാലത്ത് ഇത് റിട്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി പല ഉദ്ദേശങ്ങൾ അതിനകത്തിലുണ്ട്. അതൊക്കെ ഞാൻ 1 by 1 ആയിട്ട് പറയാം. അതുകൊണ്ടാണ് അത്തരത്തിൽ അവർ ഡേറ്റ് മാറ്റി പറയുന്നുള്ളത്. ആദ്യത്തെ 3-4 പാത്രിക്കീസുമാരുടെ ഡേറ്റ് അവർ മാറ്റി എഴുതിയിട്ടുണ്ട്. പിന്നീടുള്ളതാണ് കറക്റ്റ് ഡേറ്റിലേക്ക് വരുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഇവർ സമാന്തരമായിട്ടൊരു സംഘടന സ്ഥാപിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ സമാന്തരമായ സ്ഥാപിച്ച സമയത്തിൽ ഇൻ ബിറ്റ്വീൻ ഒരു കാലഘട്ടത്തിൽ അന്ത്യോക്യ പാത്രിക്കേസ് ഇല്ലായിരുന്നു എന്നൊരു ചിന്തയിൽ അവിടെ അന്ത്യോക്യയിലെ പാത്രിക്കീസിൻ്റെ ഒരാൾ മാറി മറ്റൊരു ആൾ വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇത് വീണ്ടും റിട്രോജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. പക്ഷേ അത് സാധിച്ചില്ല. കാരണം ജോൺ ഓഫ് എഫെസസ് വളരെ കൃത്യമായിട്ട് ഈ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഇന്ന് അവൈലബിൾ ആണ്, തെളിവുകളൊക്കെ നമുക്കിന്ന് അവൈലബിൾ ആണ്. ചുരുക്കം പറഞ്ഞാൽ AD 557 അന്ത്യോക്യയുടെ പാത്രിക്കീസ് ഡൊമിനസ് അന്ത്യോക്യയുടെ പാത്രിക്കീസ് ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ യാക്കോബ് ബർദ്വാന അവസാനം തൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിരുന്ന സെർജിയസ് ഓഫ് ടെല്ലയെ അന്ത്യോക്യയുടെ, അതായത് ഡ്യൂപ്ലിക്കേറ്റ് അന്ത്യോക്യ ബിഷപ്പായിട്ട് വാഴിക്കുകയാണ്. അതായത് അന്ത്യോക്യയുടെ പാത്രിക്കീസായിട്ട്, ഡ്യൂപ്ലിക്കേറ്റ് അന്ത്യോക്യ പാത്രിക്കീസായിട്ട് ഈ യാക്കോബ് ബർദ്വാനെ വാഴിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് അന്ത്യോക്യ എന്ന് പറയുന്നത്? കാരണം യാക്കോബ് ബർദ്വാനെ വാഴിച്ചപ്പോൾ തന്നെ ഒരു അന്ത്യോക്യ ബിഷപ്പ് പോലും ഉണ്ടായിരുന്നില്ല. അതായത് അന്ത്യോക്യയിലെ ഒരു ബിഷപ്പ് പോലും ഇല്ലാതെ വാഴിക്കപ്പെട്ട യാക്കോബ് ബർദ്വാനയ്ക്ക് അത് മാത്രമല്ല ഇല്ലീഗലിയാണ് വാഴിക്കപ്പെട്ടെന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അതായത് നിക്കയിലെയും കോൺസ്റ്റാന്റിനോപ്പിളിലെയും എഫെസോസിലെയും ഒക്കെ കാനോനുകളെ കാറ്റിപ്പറത്തിക്കൊണ്ടാണ്, അതിനെയൊക്കെ തിരസ്കരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വാഴിക്കപ്പെട്ടത്. ഇല്ലിജിറ്റിമേറ്റ്ലി വാഴിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ വാഴിക്കുമ്പോൾ യാക്കോബ് ബർദ്വാനയുടെ സഭയിൽ അന്ന് അന്ത്യോക്യ സഭയുടെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഒറിജിനൽ അന്ത്യോക്യ സഭയുടെ, അതായത് സെവറിയോസിന് ശേഷം സിനഡ് കൂടി അവർ പുതിയൊരു പാത്രിക്കീസിനെ തിരഞ്ഞെടുത്ത് അവർ അത്തരത്തിൽ മുന്നോട്ട് പോയി.
അപ്പോൾ ആ സഭ ഓൾറെഡി അവിടെ നിലനിൽക്കുകയാണ്, ഒറിജിനൽ സഭ. ആ സഭ അവിടെ നിലനിൽക്കെ സമാന്തരമായിട്ട് യാക്കോബ് ബുർദ്വാന പുതിയൊരു സഭ സ്ഥാപിക്കുകയാണ്. സെവറിയോസ് ഓൾറെഡി ഒരു സഭ സ്ഥാപിക്കാൻ ശ്രമിച്ചു, അത് പരാജയപ്പെട്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിനുശേഷം രണ്ടാമത്തെ നടപടി എന്നുള്ള നിലയിലാണ് ഈ പറയുന്ന തിയോഡോർ രാജ്ഞിയും അൽ ഹരിത്ത് എന്നുള്ള ഈ രാജാവും കൂടിയിട്ട് ഇത്തരത്തിൽ യാക്കോബ് ബുർദ്വാനെ വാഴിക്കാൻ വേണ്ടി ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ വാഴിക്കപ്പെട്ട യാക്കോബ് ബുർദ്വാന അടുത്തതായിട്ട് സമാന്തരമായിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് അന്ത്യോക്യ പാത്രിക്കീസിനെ വാഴിക്കുകയാണ്. ആ വാഴിക്കലിൽ ആ സഭയിൽ, അതായത് യാക്കോബ് ബുർദ്വാന സ്ഥാപിച്ച ആ സഭയിൽ ഒരു അന്ത്യോക്യ ബിഷപ്പ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ചരിത്ര യാഥാർത്ഥ്യം. അല്ലെങ്കിൽ ഒരാളുടെ പേരെങ്കിലും പറയണം, വെറബോട്ട്സ് പറയണം, അങ്ങനെ ഒരാളും ഇല്ല എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം. ചുരുക്കം പറഞ്ഞാൽ അന്ത്യോക്യ സഭയുടെ റെപ്രസെൻറ്റേഷൻ, ഒറിജിനൽ അന്ത്യോക്യ സഭയുടെ റെപ്രസെൻറ്റേഷൻ ഇല്ലാതെ, ഒരു ബിഷപ്പ് പോലും ഇല്ലാതെ, അന്ത്യോക്യ സഭയിലെ ബിഷപ്പ്മാരുടെ ചരിത്രം പറഞ്ഞാൽ സിറിലുമായിട്ട് ബന്ധപ്പെടുത്തി, അതായത് എഫസോസ് കൗൺസിലിൽ സിറിലിന് എതിരെ സമാന്തര കൗൺസിൽ കൂടിയ യുഹാനോൻ ഓഫ് അന്ത്യോക്ക് ഉണ്ട്. അദ്ദേഹം വന്ന് സമാന്തര കൗൺസിൽ കൂടിയിട്ട് സിറിലിനെ ഡെപ്പോസ് ചെയ്യുന്നുണ്ട്. എഫസോസ് കൗൺസിൽ, എക്യുമെനിക്കൽ കൗൺസിലിന് ബദലായിട്ട് അദ്ദേഹം കൂടുന്നുണ്ട്. നെസ്റ്റോറസിനെ പുറത്താക്കിയതിൻ്റെ പേരിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അന്ത്യോക്യയുടെ പാത്രികീസ് എന്ന യുഹാനോൻ, അദ്ദേഹം സമാന്തര സിനഡ് കൂടുമ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ 80-ലധികം ബിഷപ്പ്മാരുണ്ടായിരുന്നു ആ കൗൺസിലിൽ തന്നെ. അതായത് അന്ന് അത്രയും ബിഷപ്പ്മാരുണ്ടായിരുന്ന, അന്ന് എഫസോസ് കൗൺസിലിൻ്റെ കാലഘട്ടത്തിലുണ്ടെങ്കിൽ ഇത്രയും വർഷം കഴിയുമ്പോൾ എത്രമാത്രം ബിഷപ്പ്മാരുണ്ടെന്ന് നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. ഇത്രയും ബിഷപ്പ്മാരുണ്ടായിട്ട് അതിനകത്തുനിന്ന് ഒരൊറ്റ ബിഷപ്പിനെ പോലും കിട്ടിയില്ല. ഒരു ബിഷപ്പ് പോലും, ഒരു യഥാർത്ഥ അന്ത്യോക്യ സഭയുടെ ബിഷപ്പ് പോലും ഇല്ലാതെ സമാന്തരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ വാഴിച്ച കുറേ ബിഷപ്പ്മാർ കൂടി ചേർന്നിട്ട് എന്ത് ചെയ്തു, ഈ പറയുന്ന സർജസ് ഓഫ് ടെല്ലയെ ഡ്യൂപ്ലിക്കേറ്റ് അന്ത്യോക്യയുടെ പാത്രിക്കീസായിട്ട് വാഴിക്കുകയാണ്. ഇങ്ങനെയാണ് യാക്കോബയ സഭയുടെ ഉത്ഭവം. ഇതാണ് യാക്കോബയ സഭയുടെ യഥാർത്ഥമായിട്ടുള്ള ഉത്ഭവം. അതായത് അന്ത്യോക്യ സഭയുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. കൈവപ്പ് എവിടെ നിന്നാണ്? കൈവപ്പ് കിട്ടിയിരിക്കുന്നത് കോപ്റ്റിക് സഭയുടെ കൈവപ്പാണ്. കോപ്റ്റിക് പാത്രിക്കീസ് ആയിരുന്നു, അതും ഡിപ്പോസ്ഡ് പാത്രിക്കീസ് ആയിരുന്നു. അത് ഡിബേറ്റബിൾ ആണ്, അതെന്തും ആയിക്കോട്ടെ. കോപ്റ്റിക് സഭയുടെ കൈവപ്പിനാൽ ഇവിടെ സമാന്തരമായിട്ട് അവരുടെ ജൂറിസ്ഡിക്ഷന് വെളിയിലുള്ള അല്ലെങ്കിൽ മറ്റൊരു സഭയുടെ ജൂറിസ്ഡിക്ഷനിൽ കൈകടത്തിക്കൊണ്ട് ഒരു മെത്രാനെ വാഴിക്കുകയും ആ മെത്രാൻ ഓടി നടന്നിട്ട് ഒരുപാട് അച്ഛന്മാരെയും മെത്രാന്മാരെ വാഴിക്കുകയും അങ്ങനെ അദ്ദേഹം തന്നെ ഒരു പാത്രിക്കീസിനെ വാഴിക്കുകയാണ്. അതായത് അന്ത്യോക്യയുടെ പാത്രിക്കീസ് എന്നുള്ള നിലയിൽ. അപ്പോൾ അത് ഒറിജിനൽ അന്ത്യോക്യയുടെ പാത്രിക്കീസ് ആവില്ല ഒരിക്കലും. അദ്ദേഹം അങ്ങനെ വാഴിക്കപ്പെട്ട ഒരു പാത്രിക്കീസ് ഒരിക്കലും ഒറിജിനൽ പാത്രിക്കീസ് അല്ല, അതൊരു ഡ്യൂപ്ലിക്കേറ്റ് പാത്രിക്കീസ് തന്നെ ആകുകയുള്ളൂ. അപ്പോൾ യഥാർത്ഥ അന്ത്യോക്യയുടെ പാത്രിക്കീസ് നിലനിൽക്കെ അന്ത്യോക്യയുടെ പാത്രിക്കീസ് ആയിരുന്ന ഡൊമിനസിൻ്റെ കാലഘട്ടത്തിൽ സമാന്തരമായിട്ട് യാക്കോബ് ബുർദ്വാന വാഴിച്ചു. സർജസ് ഓഫ് ടെല്ലയെ ആദ്യ പാത്രിക്കീസ്, അതായത് യാക്കോബ സഭയുടെ ആദ്യ പാത്രിക്കീസ് സർജസ് ഓഫ് ടെല്ലയാണ്. അവർ അന്ത്യോക്യ പാത്രിക്കീസ് എന്നാണ് ആ പാത്രിക്കീസിനെ വിളിക്കുന്നത്. ഇന്ന് വരെ ഉള്ള ചരിത്രത്തിൽ അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ യാക്കോബ പാത്രിക്കീസൊക്കെ ആ നിരയിൽ വരുന്നതാണ്. ചുരുക്കം പറഞ്ഞാൽ ഇവിടെയൊക്കെ യഥാർത്ഥ അന്ത്യോക്യ പാത്രിക്കീസ് എന്ന് പറയാൻ പറ്റും, ഒരിക്കലും പറയാൻ പറ്റില്ല. ഡ്യൂപ്ലിക്കേറ്റ് അന്ത്യോക്യ പാത്രിക്കീസ് എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു കുന്നംകുളം അന്ത്യോക്യ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെ സർജസ് ഓഫ് ടെല്ല AD 557 മുതൽ AD 560 വരെയുള്ള കാലഘട്ടത്തിൽ യാക്കോബയ സഭയുടെ പുതുതായിട്ട് സ്ഥാപിക്കപ്പെട്ട യാക്കോബ് ബുർദ്വാനയിലൂടെ സ്ഥാപിക്കപ്പെട്ട ഈ സഭയുടെ പാത്രിക്കീസായിട്ട്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് അന്ത്യോക്യ പാത്രിക്കീസായിട്ട് അദ്ദേഹം നിലനിന്നു എന്നുള്ളതാണ്. ഈ സർജസ് ഓഫ് ടെല്ല വാഴിക്കപ്പെടുന്നത് കോൺസ്റ്റന്റിനോപ്പിളിലാണ്. കോൺസ്റ്റന്റിനോപ്പിളിൽ തന്നെ അദ്ദേഹം മരണകാലം വരെ ജീവിച്ചെന്നുള്ളതാണ് ചരിത്രരേഖകൾ കൃത്യമായിട്ട് പറയുന്നത്. അദ്ദേഹം അന്ത്യോക്യയിൽ അത്തരത്തിൽ അന്ത്യോക്യ സിംഹാസനത്തിൽ അദ്ദേഹം പോയി ഇരുന്നിട്ടില്ല. അവിടുത്തെ സഭയുമായിട്ടുള്ള ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം സമാന്തരമായിട്ട് അവിടെ മറ്റൊരു സ്ഥലത്ത് നിന്ന്, അതായത് കോൺസ്റ്റന്റിനോപ്പിളിൽ നിന്നുകൊണ്ട് ഇവിടെ ഒരു സമാന്തര സംഘടന അദ്ദേഹം നിയന്ത്രിച്ചു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. AD 560 അദ്ദേഹം മരണമടഞ്ഞു. അതിനുശേഷം 4 വർഷങ്ങൾ വേക്കൻ്റ് ആയിട്ടിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ അവർ തന്നെ കണ്ടംപററി ആയിരുന്ന ജോൺ ഓഫ് എഫെസസ് പറഞ്ഞതനുസരിച്ച് AD 564 പോൾ രണ്ടാമൻ എന്ന പേരിൽ, പോൾ ദ ബ്ലാക്ക് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നത്, ഈ ഒരു വ്യക്തിയെ യാക്കോബ് ബുർദ്വാന തന്നെ രണ്ടാമത്തെ പാത്രിക്കീസായിട്ട് വാഴിക്കുകയാണ്. അങ്ങനെ 2 പാത്രിക്കീസുമാരെ യാക്കോബ് ബുർദ്വാന വാഴിച്ചു എന്നുള്ളതാണ്. ഈ ഒരു വാഴിക്കൽ ഇതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഈ പുതുതായിട്ട് കെട്ടിപ്പണിത ഈ ഒരു സഭയിലുണ്ടായി എന്നുള്ളതാണ്. ഈ വാഴിച്ചവരൊക്കെ കൃത്യമായ ഉപദേശം അറിയാവുന്നവരൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം. അതായത് ഈ പോൾ രണ്ടാമനെ, അതായത് പോൾ ദ ബ്ലാക്കിനെ വാഴിച്ച ബിഷപ്പ്മാർ, യാക്കോബ് ബുർദ്വാനയുടെ കൂടെ അന്നുണ്ടായിരുന്ന ബിഷപ്പ്മാരുടെ ലിസ്റ്റ് വളരെ കൃത്യമായിട്ട് ജോൺ ഓഫ് എഫെസസ് പറയുന്നുണ്ട്. ആ പേരിൽ ഇതൊക്കെയാണ്. അതായത് യൂജനിയസ് ഓഫ് സെലൂഷ്യ, യുനോമിയസ് ഓഫ് അമിത, കൊനോൻ ഓഫ് തർസിസ്, ജോൺ ഓഫ് ചാസിസ്, ജോൺ ഓഫ് സെലൂസിയ ഇൻ സിറിയ. അപ്പോൾ ഈ ബിഷപ്പ്മാരൊക്കെ ചേർന്നിട്ടാണ്, അതായത് ഇവരെല്ലാം യാക്കോബ് ബുർദ്വാന വാഴിച്ചവർ തന്നെയാണ്, ഇവരെല്ലാം ചേർന്നിട്ടാണ് ഈ പറയുന്ന പോൾ രണ്ടാമത്തെ ഇവരുടെ പാത്രിക്കീസായിട്ട് വാഴിക്കുന്നത്. ഇതിനകത്തിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ യൂജനിയസും പിന്നെ കൊനോൻ ഓഫ് തർസിസ്, ഇവർ രണ്ടുപേരും
ട്രൈത്തിസ്റ്റുകളായിരുന്നു. അതായത് ഈ പോൾ രണ്ടാമനെതിരെയും ട്രൈത്തീസം ആരോപിക്കപ്പെട്ടിരുന്നു. ഈ വാഴിച്ച രണ്ടുപേരും ട്രൈത്തിസ്റ്റ്, അതായത് 3 ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിച്ചവരായിരുന്നു ഈ 2 ബിഷപ്പ്മാരും. ഇവർക്കെതിരെ ഇത്തരത്തിൽ ആരോപണം വന്നപ്പോൾ യാക്കോബ് ബർദ്വാന അത് കാര്യമായിട്ട് എടുത്തില്ല എന്നുള്ളതാണ്. അത് കുഴപ്പമില്ല എന്നുള്ള നിലയിലേക്കാണ് അതിനുള്ള നിലപാട് അദ്ദേഹം എടുത്തതെന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഈ ആദ്യത്തെ പാത്രിക്കീസ് സെർജിയസ് ഓഫ് ടെല്ല വലിയ പ്രശ്നങ്ങളൊന്നും യാക്കോബ് ബർദ്വാനയ്ക്ക് ഉണ്ടാക്കിയില്ലെങ്കിൽ രണ്ടാമത്തെ പാത്രിക്കീസായിരുന്ന ഈ പോൾ രണ്ടാമൻ യാക്കോബ് ബർദ്വാനയ്ക്ക് ഒരുപാട് തലവേദന ഉണ്ടാക്കി എന്നുള്ളതാണ്. യാക്കോബ് ബർദ്വാനയ്ക്ക് മാത്രമല്ല, കൂട്ടസഭയായ കോപ്റ്റിക് സഭയ്ക്കും ഒരുപാട് തലവേദന ഉണ്ടാക്കി എന്നുള്ളതാണ്. ആ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഈ AD 565 ഈ തിയോഡോഷ്യസിൻ്റെ തന്നെ താല്പര്യാർത്ഥം ഈ പോൾ രണ്ടാമൻ ഈജിപ്തിലേക്ക് വരികയാണ്. ചില ഓർഡിനേഷൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. പക്ഷേ അവിടെ അത്തരത്തിൽ ഓർഡിനേഷൻ നടന്നായിട്ടുള്ള ചരിത്രമില്ല. പക്ഷേ ആ ഒരു കാലയളവിൽ AD 566 ഈ തിയോഡോഷ്യസ് മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ തിയോഡോഷ്യസ് മരണപ്പെട്ട സമയത്ത് പുതിയ പാത്രിക്കീസ് കോപ്റ്റിക്കാർക്ക് വേണം. അപ്പോൾ ഈ യാക്കോബായ സഭയുടെ രണ്ടാമത്തെ പാത്രിക്കീസായ ഈ പോൾ രണ്ടാമന് ഒരു താല്പര്യം, എന്നാൽ പിന്നെ ഇത് വലിയ സഭയല്ലേ, എന്നാൽ പിന്നെ അവിടുത്തെ ഒന്ന് പാത്രിക്കീസ് ആയാലോ എന്നുള്ളത്. അദ്ദേഹം അവിടെ കുറേ കോൺസ്പിറസിയൊക്കെ ഉണ്ടാക്കി. അതായത് നമ്മുടെ തിയോഡോറോ രാജ്ഞിയുടെ കൊച്ചുമകനായിരുന്ന അത്തനേഷ്യസ് എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടുത്തെ പോപ്പാകാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ കുറേ സ്കാൻഡലൈസ് ഒക്കെ ചെയ്തിട്ട് ഇദ്ദേഹം അവിടെ പോപ്പാകാനുള്ള ശ്രമം നടത്തി. അങ്ങനെ കോപ്റ്റിക്കാർ ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിട്ട് ഇദ്ദേഹത്തിനെതിരെ ഒരു ഡോസിയറൊക്കെ ഉണ്ടാക്കിയിട്ട് ചക്രവർത്തിക്ക് സമർപ്പിച്ചു. അപ്പോൾ അതൊരു വിഷയമായി അവിടെ. അങ്ങനെ ചക്രവർത്തിക്ക് പരാതി ചെന്നു എന്നറിഞ്ഞപ്പോൾ ഇദ്ദേഹം പതുക്കെ ആ താല്പര്യത്തിന് ഇദ്ദേഹം പിന്മാറി. ആ അടുത്ത പാത്രിക്കീസായിട്ട് മത്സരിക്കാനുള്ള താല്പര്യത്തിന് അദ്ദേഹം പിന്മാറി എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചരിത്രം ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ പറയപ്പെടുന്ന അന്ത്യോക്യ പാത്രിക്കീസിൻ്റെ വില എത്രയാണ് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് തന്നെ ഊഹിക്കാനുള്ളതേ ഉള്ളൂ. അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ ഇവരെ ഗ്രസിച്ച ഒരു വലിയൊരു പ്രശ്നം ഇവിടെ ട്രൈത്തീസം തന്നെയായിരുന്നു. ഈ പോളും അതുപോലെ തന്നെ മറ്റ് 2 ബിഷപ്പ്മാരൊക്കെ പറഞ്ഞല്ലോ, അവരൊക്കെ ട്രൈത്തീസം വിശ്വസിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 2 ബിഷപ്പ്മാരെ ഡിപ്പോസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഇവിടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ, പ്രത്യേകിച്ച് കോൺസ്റ്റന്റിനോപ്പിളും ചക്രവർത്തിയുമായിട്ടും ഒക്കെ ബന്ധപ്പെടുത്തി. ജസ്റ്റിൻ രണ്ടാമൻ ചക്രവർത്തിയുടെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ കോൺസ്റ്റന്റിനോപ്പിളിൽ തന്നെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതായത് ഈ യാക്കോബായ സഭ എന്ന് പറഞ്ഞാൽ അന്ന് ജിയോഗ്രഫിക്കലി കൺഫൈൻഡ് ആയിട്ടായിരുന്നില്ല, അവരിങ്ങനെ മൂവിങ്, അതായത് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ളൊരു ചർച്ചയായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, അവിടെ ഇവിടെയൊക്കെ ഇവർക്ക് ചിതറി പാർക്കുന്ന ഇവരുടെ ഫെയ്ത്ത്ഫുൾസ് ഉണ്ട്. അവരുമായിട്ട് ബന്ധത്തിലൊക്കെ കാര്യം മുന്നോട്ട് പോകുന്നുള്ളതാണ്. ജിയോഗ്രഫിക്കലി പേരിന് അന്ത്യോക്യ പാത്രിക്കീസാണ്, പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവിടെ അന്ത്യോക്യയിൽ നിന്ന് പ്രവർത്തിക്കുകയോ അന്ത്യോക്യ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുകയോ ഒരു കാലഘട്ടത്തിലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ചരിത്ര യാഥാർത്ഥ്യം. പിന്നെ എങ്ങനെയാണ് ഈ അന്ത്യോക്യ പാത്രിക്കീസ് എന്ന് പറഞ്ഞു ചോദിച്ചാൽ അത് ഒരു പേരെന്നുള്ളതാണ്. അങ്ങനെ AD 571 ഒരു സമാധാന ശ്രമം എന്നുള്ള നിലയിൽ അവിടുത്തെ ചക്രവർത്തി ഇവരെ ക്ഷണിക്കുകയാണ്. ഇവർ കോൺസ്റ്റന്റിനോപ്പിളിൽ തന്നെയാണ് ഇവിടെ താമസിക്കുന്നത്. അവിടെ ക്ഷണിച്ചിട്ട് അവിടെ ഒരു ഹെനോട്ടിക്കോണൊക്കെ സൈൻ ചെയ്യിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ ഫോഴ്സ്ഫുള്ളി ആണെങ്കിൽ പോലും അത് നടത്തിയെന്നുള്ളതാണ്. അങ്ങനെ അവസാനം ഈ രണ്ടാമത്തെ പാത്രിക്കീസായ പോൾ രണ്ടാമൻ, പോൾ ദി ബ്ലാക്ക്, അദ്ദേഹം ഹെനോട്ടിക്കോനൊക്കെ സൈൻ ചെയ്ത് അങ്ങനെ സ്കിസം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് വന്നു. പക്ഷേ യാക്കോബ് ബർദ്വാനയ്ക്ക് ഇതൊരിക്കലും സഹിച്ചില്ല എന്നുള്ളതാണ്. യാക്കോബ് ബർദ്വാന ഇദ്ദേഹത്തെ ഡിപ്പോസ് ചെയ്തു. അതായത് സൂപ്പർ പാത്രിക്കീസ് ആയിരുന്നു ഈ പറഞ്ഞ യാക്കോബ് ബർദ്വാന എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം 2 പാത്രിക്കീസ്മാരെ വാഴിച്ചു, ഒരു പാത്രിക്കീസ് സ്കിസം എൻഡ് ചെയ്ത് സഭയുമായിട്ട് ചേരുന്നു, അല്ലെങ്കിൽ ആ ഒരു വിഷയങ്ങളിൽ നിന്നും പരിഹരിക്കുന്നു എന്ന് കണ്ടപ്പോൾ എന്താണ്, അദ്ദേഹത്തെ ഡിപ്പോസ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ഇമ്പീരിയൽ ചർച്ചുമായിട്ട് കമ്മ്യൂണിയൻ അക്സെപ്റ്റ് ചെയ്തതിനും സ്കിസം എൻഡ് ചെയ്തതിൻ്റെ പേരിൽ ഈ പോൾ രണ്ടാമനെ യാക്കോബ് ബർദ്വാന എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്, അദ്ദേഹത്തെ ഡിപ്പോസ് ചെയ്യുകയാണ്. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ യാക്കോബ് ബർദ്വാന 2 പാത്രിക്കീസ്മാരെ വാഴിച്ചു, അതിനകത്തിൽ ഒരു പാത്രിക്കീസിനെ അദ്ദേഹം ഡിപ്പോസും ചെയ്യുന്നുണ്ട്. യാക്കോബ് ബർദ്വാന ആരായിരുന്നു? ഒരു മെട്രോപൊളിറ്റൻ അല്ലെങ്കിൽ ഒരു ബിഷപ്പ് മാത്രമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പാത്രിക്കീസ്മാരെ വാഴിക്കുകയും അവരെ ഡിപ്പോസ് ചെയ്യാനുള്ള അധികാരം വരെ ഉണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞ ഒരു സൂപ്പർ പാത്രിക്കീസ് ആയിരുന്നു ഈ യാക്കോബ് ബർദ്വാന എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ സ്പിരിച്വൽ ലീഡർ എന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ അവരുടെ സൂപ്പർ പാത്രിക്കീസ് എന്നുള്ള നിലയിലൊക്കെയാണ് യാക്കോബ് ബർദ്വാന ആ കാലഘട്ടത്തിൽ കഴിഞ്ഞത്. പേരിന് അന്ത്യോക്യ പാത്രിക്കീസ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് അന്ത്യോക്യ പാത്രിക്കീസ് എന്നുള്ള കാര്യം ഈ പാത്രിക്കീസ്മാരൊക്കെ വന്നെങ്കിലും യാക്കോബ് ബർദ്വാന ഉള്ള കാലത്തോളം അദ്ദേഹം തന്നെയായിരുന്നു സൂപ്പർ പാത്രിക്കീസ് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. സ്ഥാനമില്ലെങ്കിലും ശരിക്കും യഥാർത്ഥത്തിൽ ഡിഫാക്റ്റോ ലീഡർ ഈ പറഞ്ഞ യാക്കോബ് ബർദ്വാന തന്നെയായിരുന്നു. അങ്ങനെയാണ് ഇവർക്ക് ഈ പേര് തന്നെ വീഴുന്നത്, യാക്കോബായ സഭ എന്നുള്ള പേര് തന്നെ ഇവർക്ക് വീഴുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനം കൊണ്ടാണ്. പക്ഷേ ഈ പോൾ രണ്ടാമൻ പാത്രിക്കീസ് കോൺസ്റ്റന്റിനോപ്പിളിൽ നിന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം ഗസാനിയ കിങ്ഡത്തിലെത്തുകയാണ്. അതായത് അന്നത്തെ ആദ്യമേ ഈ യാക്കോബ് ബർദ്വാനയെ വാഴിക്കാനായിട്ട് മുൻകൈ എടുത്ത
അൽ ഹരിത്തിൻ്റെ മകനായ കിങ് അൽ മുന്തിറാണ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ ഈ വിഷയങ്ങളൊക്കെ പതുക്കെ സോൾവ് ചെയ്യുകയും അതുപോലെ തന്നെ യാക്കോബ് ബർദ്വാനായിട്ട് നിരക്കുവാനായിട്ടുള്ള റീകൺസൈൽ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഈ യാക്കോബ് ബർദ്വാന ഹി അബ്സോൾവ്ഡ് ഹിം ഫ്രം ഹിസ് സിൻസ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് തൻ്റെ പാപങ്ങൾ, യാക്കോബ് ബർദ്വാന പാത്രിക്കീസിൻ്റെ പാപങ്ങൾ സൂപ്പർ പാത്രിക്കീസ് ക്ഷമിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തെ വീണ്ടും തൽസ്ഥാനത്തേക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്യുകയാണ് യാക്കോബ് ബർദ്വാന ചെയ്തത്. അതായത് 2 പാത്രിക്കീസുമാരെ അവതരിപ്പിച്ചു, അതിൽ രണ്ടാമനെ അദ്ദേഹം പുറത്താക്കി ഡിപ്പോസ് ചെയ്ത് പിന്നീട് അദ്ദേഹത്തെ വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണ് യാക്കോബ് ബർദ്വാൻ്റെ പ്രവർത്തനങ്ങൾ അന്ന് മുന്നോട്ട് പോയത്. നേരത്തെ പറഞ്ഞ പോലെ പോൾ രണ്ടാമൻ ഈജിപ്തിൽ പോയിട്ട് അവിടെ ഉണ്ടാക്കിയ പ്രശ്നം ഇതുവരെ അവസാനിച്ചിട്ടില്ല. AD 566 തിയോഡോഷ്യസിൻ്റെ മരണത്തോടെ പുതിയൊരു പാത്രിക്കസ് ഇല്ലാത്തൊരവസ്ഥ അവിടെ ആയിരിക്കുകയാണ്. അവിടെ സമാന്തരമായിട്ട് 2 പോപ്പന്മാരെ വാഴിക്കുകയാണ്. തിയോഡർ എന്ന് പറഞ്ഞ ഒരാളെ, അതുപോലെ തന്നെ പീറ്റർ എന്ന് പറഞ്ഞ ഒരാൾക്കൂടെ വാഴിക്കുകയാണ്. ഈ പോൾ രണ്ടാമൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ തിയോഡോറിനെ ഒഫീഷ്യലി അവിടുത്തെ ലെജിറ്റിമേറ്റ് പോപ്പായിട്ട് ഇദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് അവിടെ വീണ്ടും ഒരു പ്രശ്നമുണ്ടായി. കാരണം ഈ തിയോഡോർ അല്ല ശരിക്കും പറഞ്ഞാൽ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പോപ്പായിട്ട് പിന്നീട് വരുന്നത്. കാരണം അദ്ദേഹത്തിന് അത്തരത്തിൽ തൻ്റെ സ്ഥാനത്തിലേക്ക് കടന്നു വരുവാനോ അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കാനോ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളത്. പീറ്റർ എന്നുള്ള അടുത്ത പോപ്പ്, സമാധാനമായിട്ട് വാഴിക്കപ്പെട്ട പോപ്പ്, അദ്ദേഹം തൻ്റെ സ്ഥാനമൊക്കെ വളരെ കൃത്യമായിട്ട് സ്ഥാപിക്കാനും അത്തരത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഈ പീറ്റർ അവിടുത്തെ കോപ്റ്റിക് പാത്രിക്കീസ് ആവുകയും അദ്ദേഹത്തിന് എതിരായിട്ട് സമാന്തരമായിട്ട് വാഴിക്കപ്പെട്ട അല്ലെങ്കിൽ റൈവൽ പാത്രിക്കീസായിട്ട് വാഴിക്കപ്പെട്ട ഈ തിയോഡോറിനെ അക്സെപ്റ്റ് ചെയ്ത പോൾ രണ്ടാമൻ, അതായത് യാക്കോബായ പാത്രിക്കീസ്, ഡ്യൂപ്ലിക്കേറ്റ് അന്ത്യോക്യ പാത്രിക്കീസിനെ ഇദ്ദേഹം ഡിപ്പോസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ യാക്കോബ് ബർദ്വാന അദ്ദേഹത്തെ ആദ്യം ഡിപ്പോസ് ചെയ്തു, പിന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്തു. ഇതാണ്ട് ഇപ്പോൾ കണ്ടില്ല, ഇതാണ്ട് കോപ്റ്റിക് പാത്രിക്കീസും ഇദ്ദേഹത്തെ ഡിപ്പോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഇവരുടെ ഒരു റെയിനിൽ സംഭവിക്കുന്നത്, ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ AD 576 ഈ വിഷയം പരിഹരിക്കാനായിട്ട് നമ്മുടെ കേന്ദ്ര കഥാപാത്രം, നമ്മുടെ സൂപ്പർ പാത്രിക്കീസ്, അദ്ദേഹം നേരെ ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഈജിപ്തിൽ ചെന്നിട്ട് അവരുമായിട്ടൊരു കരാർ അദ്ദേഹം ഉണ്ടാക്കുന്നു. അതായത് പോൾ രണ്ടാമനെ, അതായത് ഇവരുടെ അന്ത്യോക്യ പാത്രിക്കീസ്, യാക്കോബായ പാത്രിക്കീസിനെ ഡിപ്പോസ് ചെയ്യാമെന്ന് യാക്കോബ് ബർദ്വാന സമ്മതിക്കുകയാണ്. പക്ഷേ അതിന് കണ്ടീഷൻ കൂടി യാക്കോബ് ബർദ്വാന വെക്കുന്നുണ്ട്. അദ്ദേഹത്തെ എക്സ്കമ്മ്യൂണിക്കേറ്റ്, സഭയിൽ നിന്നും എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിബന്ധന അദ്ദേഹം വെക്കുകയാണ്. അങ്ങനെ ഈ പോൾ രണ്ടാമനെ വീണ്ടും ഡിപ്പോസ് ചെയ്യാൻ വേണ്ടി യാക്കോബ് ബർദ്വാന തീരുമാനിക്കുകയാണ്. അങ്ങനെ കോപ്റ്റിക് പാത്രിക്കീസ് എന്ന പീറ്ററും യാക്കോബ് ബർദ്വാനോട് ചേർന്നിട്ട് രണ്ടാമതും ഈ പോൾ രണ്ടാമനെ, അതായത് യാക്കോബായ പാത്രിക്കീസിനെ ഡിപ്പോസ് ചെയ്യുകയാണ്. അങ്ങനെ ഈ യാക്കോബായ സഭ 2 വിഭാഗമായിട്ട് അങ്ങ് തിരിഞ്ഞു. അതായത് യാക്കോബ് ബർദ്വാനയുടെ ഈ തീരുമാനം അംഗീകരിക്കുന്ന യാക്കോബായക്കാരും അതുപോലെ യാക്കോബ് ബർദ്വാനയുടെ ഈ തീരുമാനം അംഗീകരിക്കാത്ത ഈ പോൾ രണ്ടാമനെ സപ്പോർട്ട് ചെയ്യുന്ന പോളൈറ്റ്സ് എന്നുള്ള നിലയിൽ 2 വിഭാഗമായിട്ട് ഇവർ തിരിയുകയാണ്. പിന്നീട് ഗസാനിയിലെ രാജാവ് അൽ മുദിർ, അദ്ദേഹം ഈ വിഷയം പരിഹരിക്കാനായിട്ട് യാക്കോബ് ബർദ്വാനയോട് ഒരു സിനഡ് കൂടാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷേ അതിനൊന്നും യാക്കോബ് ബർദ്വാനയും വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. കാരണം പുള്ളിയാണ് സൂപ്പർ പാത്രിക്കീസ്. അദ്ദേഹത്തിൻ്റെ തീരുമാനം അംഗീകരിക്കാത്ത കാര്യത്തെ സംബന്ധിച്ച് ഒരു ചർച്ചയ്ക്ക് പോലും യാക്കോബ് ബർദ്വാന തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ AD 576 പീറ്റർ നാലാമൻ, അതായത് കോപ്റ്റിക് പാത്രിക്കീസ് ആയിരുന്ന രണ്ടാമത്തെ റൈവൽ പാത്രിക്കീസ്, അദ്ദേഹം ലെജിറ്റിമേറ്റ് പാത്രിക്കീസായിട്ട് പിന്നീട് അംഗീകരിക്കപ്പെടുന്നു. അദ്ദേഹം മരണപ്പെടുകയാണ്. ആ വർഷം തന്നെ പോപ്പ് ഡാമിയൻ പുതിയ പാത്രിക്കീസായിട്ട്, കോപ്റ്റിക് പാത്രിക്കീസായിട്ട് വരികയാണ്. പോപ്പ് ഡാമിയൻ ഒരു തീരുമാനമെടുത്തു. അതായത് പോൾ രണ്ടാമന് പകരം പുതിയൊരു പാത്രിക്കീസിനെ യാക്കോബായ സഭയ്ക്ക് വേണ്ടി വാഴിക്കുക എന്നൊരു തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ AD 577 ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട് യാക്കോബ് ബർദ്വാന വീണ്ടും ഈജിപ്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. ആ യാത്രാ മധ്യേ അദ്ദേഹത്തിന് അവിടെ ചെല്ലാനോ ചർച്ച ചെയ്യാനോ സാധിച്ചില്ലതിന് മുമ്പേ അദ്ദേഹം സെയിൻറ്റ് റോമനസ് എന്ന് പറഞ്ഞ ഒരു മൊനാസ്ട്രി വെച്ച് അദ്ദേഹം മരണമടയുകയാണ്. അങ്ങനെ യാക്കോബ് ബർദ്വാനയുടെ ജീവിതം അവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ AD 578 യാക്കോബ് ബർദ്വാന മരണമടയുകയും ശേഷം ഈ പോപ്പ് ഡാമിയൻ, ഇദ്ദേഹം സെവറിയസ് എന്നൊരു വ്യക്തിയെ പോൾ രണ്ടാമന് പകരമായിട്ട് പുതിയൊരു പാത്രിക്കീസായിട്ട് യാക്കോബ സഭയ്ക്ക് വേണ്ടി വാഴിക്കാനായിട്ട് കോപ്റ്റിക് പാത്രിക്കീസ് തീരുമാനമെടുത്ത് അന്ത്യോക്യയിലേക്ക് കടന്നു വരികയാണ്. അപ്പം അതുവരെ അന്ത്യോക്യയിൽ അത്തരത്തിലൊരു വാഴ്ച നടക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല. കിട്ടിയ അവസരത്തിൽ ഒരു പള്ളി വെച്ച്, അവിടുത്തെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പള്ളി വെച്ചിട്ട് വാഴിക്കാനുള്ള പരിപാടികളൊക്കെ അദ്ദേഹം പ്ലാൻ ചെയ്തു. പക്ഷേ ഈ വിവരം അറിഞ്ഞ അന്ത്യോക്യയുടെ അന്നത്തെ പാത്രിക്കീസ്, ഒറിജിനൽ സഭയുടെ, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ സഭയുടെ പാത്രിക്കീസ് ആയിരുന്ന ഗ്രിഗറി കസിയൻ ചർച്ചിലേക്ക് അദ്ദേഹം ഓടി വരികയും ഇവരൊക്കെ അവിടുന്ന് തുരത്തുകയും ചെയ്തു. അങ്ങനെ ഈ സെവറിയസിനെ അവിടെ
പുതിയ പാത്രിക്കീസായിട്ട്, അതായത് യാക്കോബ സഭയുടെ പാത്രിക്കീസായിട്ട് അന്ത്യോക്യ വെച്ച് വാഴിക്കാനുള്ള കോപ്റ്റിക് പാത്രിക്കീസ് പോപ്പ് ഡാമിയൻ്റെ ആ ഒരു ശ്രമം അവിടെ പരാജയപ്പെടുകയാണ്. വീണ്ടും AD 580 ഗസാനിയുടെ രാജാവായിരുന്ന അൽമുന്തിർ അദ്ദേഹത്തിൻ്റെ താല്പര്യാർത്ഥം ഒരു സിനഡ് കോൺസ്റ്റന്റിനോപ്പിൾ വെച്ച് കൂടുകയാണ്. അവിടെ വെച്ച് ഈ പോപ്പ് ഡാമിയൻ ഈ പോളുമായിട്ടൊക്കെ നിരക്കുവാനായിട്ടുള്ള തീരുമാനം വരികയാണ്. അങ്ങനെ സിനഡിൽ അങ്ങനെ തീരുമാനമെടുത്തുവെങ്കിലും പോപ്പ് ഡാമിയന് ആ തീരുമാനത്തിൽ നിലനിൽക്കാൻ സാധിച്ചില്ല. കാരണം തിരിച്ച് ഈജിപ്തിലേക്ക് വന്നപ്പോൾ സഭയിലുണ്ടായിരുന്ന ശക്തമായിട്ടുള്ള സമ്മർദ്ദം മുഖാന്തരം ഈ പോൾ രണ്ടാമനെ വീണ്ടും കണ്ടം ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ കൽപ്പന ഇടേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. ശേഷം AD 581 യാക്കോബയുടെ പാത്രിക്കീസായിട്ട്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് അന്ത്യോക്യ പാത്രിക്കീസായിട്ട് ഈ പോപ്പ് ഡാമിയൻ തന്നെ പീറ്റർ എന്ന ഒരു വ്യക്തിയെ, അതായത് പീറ്റർ ഓഫ് കലീനിക്കം എന്നൊരു വ്യക്തിയെ യാക്കോബയ സഭയുടെ പാത്രിക്കീസായിട്ട് വാഴിക്കുകയാണ് ചെയ്തത്. അങ്ങനെ യാക്കോബ സഭയ്ക്ക് പുതിയൊരു പാത്രിക്കീസ് വീണ്ടും കോപ്റ്റിക് കൈവപ്പോടെ ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ പോൾ രണ്ടാമൻ, അതായത് രണ്ടാമത്തെ പാത്രിക്കീസിൻ്റെ ജീവിതം വീണ്ടും ദുസ്സഹമായി മാറുകയാണ്. കോൺസ്റ്റന്റിനോപ്പിൾ വെച്ച് തന്നെ അദ്ദേഹം AD 584 മരണമടയുകയും വളരെ അൺസെറിമോണിയസ്ലി ഹി വാസ് ബറീഡ് ഇൻ എ മൊനാസ്ട്രി അണ്ടർ എ ഫോൾസ് നെയിം, തെറ്റായിട്ടുള്ള ഒരു പേരിൽ. കൃത്യമായിട്ട് ഒരു ശവസംസ്കാരം പോലും അദ്ദേഹത്തിന് ലഭിച്ചില്ല, ഖബറടക്കം അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്നുള്ളതാണ്. തെറ്റായിട്ടുള്ള പേരിൽ അദ്ദേഹത്തെ അവിടെ ഖബറടക്കി എന്നുള്ളതാണ്. അത് രണ്ടാമത്തെ പാത്രിക്കീസിൻ്റെ ഒരു ദുരന്ത പര്യവസാനം അങ്ങനെയായിരുന്നു. പുതിയ പാത്രിക്കീസിനെ വാഴിച്ചത് വഴി കോപ്റ്റിക് സഭയും യാക്കോബയ സഭയും ഉണ്ടായ സ്കിസം അത് വീണ്ടും പരിഹരിക്കപ്പെട്ടു. അവർ രണ്ടുകൂടെ വീണ്ടും ആ സ്കിസത്തിൽ നിന്ന് മാറി വീണ്ടും കമ്മ്യൂണിലേക്ക്, ഫുൾ കമ്മ്യൂണിലേക്ക് ഈ രണ്ട് സഭകളും വീണ്ടും വരികയാണ്. അങ്ങനെ യാക്കോബയ സഭയുടെ മൂന്നാമത്തെ പാത്രിക്കീസായ പീറ്റർ രണ്ടാമൻ, പീറ്റർ ഓഫ് കലിനിക്കം, അദ്ദേഹം AD 581 മുതൽ AD 591 വരെ പാത്രിക്കീസായിട്ട് അവരുടെ സഭാ നേതാവായിട്ട് അദ്ദേഹം കഴിഞ്ഞു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഇവരുടെ ചരിത്രം പോകുന്നത്. ചുരുക്കം പറഞ്ഞാൽ തെറ്റായിട്ട് നിഖ്യ കൗൺസിൽ, അതുപോലെ തന്നെ കോൺസ്റ്റന്റിനോപ്പിളിലെ കൗൺസിൽ, എഫെസോസിലെ കൗൺസിൽ, ഇത് മൂന്നുമാണ് ഇവർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയുമെങ്കിലും ഇതാണ് ഞങ്ങളുടെ ഈ കൗൺസിൽസ് മാത്രമേ ഞങ്ങൾ അംഗീകരിക്കത്തുള്ളൂ എന്ന് പറയുകയും ഈ കൗൺസിൽസിലെ പ്രധാനപ്പെട്ട കാനോനുകളെ കാറ്റിൽ പറത്തിക്കൊണ്ട്, ആ കാനോനുകളെ നിരാകരിച്ചുകൊണ്ട് അത്തരത്തിലാണ് യാക്കോബ് ബുർദ്വാനെ പിന്നീട് വാഴിക്കുന്നതും ഒക്കെ എന്നുള്ളതാണ് നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്തത്. യാക്കോബയ സഭ എന്നുള്ളത് ട്രൂലി ഈസ് നോട്ട് എൻ അന്ത്യോക്യൻ സഭ എന്നുള്ളത് ഈ ചരിത്രത്തിൽ തന്നെ വളരെ വ്യക്തമാണ്. കാരണം കൈവപ്പ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് സമാന്തരമായിട്ട് ഒരു അല്ലെങ്കിൽ കോപ്റ്റിക് സഭയുടെ ഒരു ബ്രാഞ്ച് എന്നുള്ള നിലയിലാണ് ഇവർക്ക് ലഭിച്ചത്. അതുകൊണ്ട് ഒരിക്കലും ട്രൂ അന്ത്യോക്യ സഭയെന്ന് പറയാനായിട്ട് കൈവപ്പ് പ്രകാരം, സക്സഷൻ പ്രകാരമായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം ആ ഓൾറെഡി ഒറിജിനൽ സഭ അവിടെ നിലനിൽക്കുന്നു. അങ്ങനെ അന്ത്യോക്യൻ പാത്രിക്കീസും ആ സഭയും നിലനിൽക്കെ റൈവലായിട്ട് മറ്റൊരു പാത്രിക്കീസിനെ ഇവർക്ക് വേണ്ടി വാഴിച്ചു കൊടുക്കുകയാണ് കോപ്റ്റിക് സഭ ചെയ്തതെന്നുള്ളതാണ്. അതുകൊണ്ട് ആ സഭയുടെ ഒരു ബിഷപ്പ് പോലും ഇല്ലാതെയാണ് യാക്കോബ് ബുർദ്വാനെ വാഴിച്ചത്. മാത്രമല്ല യാക്കോബ് ബുർദ്വാന തുടങ്ങിയ യാക്കോബയ സഭയിൽ, ഒറിജിനൽ അന്ത്യോക്യ സഭയിൽ ഒരു ബിഷപ്പ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ സമാന്തരമായിട്ട് സ്ഥാപിക്കപ്പെട്ട പേരിന് അല്ലെങ്കിൽ അന്ത്യോക്യ പാട്രിയാർക്കേറ്റ് എന്നൊക്കെ പറയാമെന്നല്ലാതെ സക്സഷൻ പ്രകാരമായിട്ട് ഒരിക്കലും അന്ത്യോക്യ ലീനേജ് ഇവർക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇവർ യാക്കോബയ സഭയെന്നും യാക്കോബയ പത്രിക്കീസ് എന്നൊക്കെ പറയാനുള്ള കാരണം. യാക്കോബ് ബുർദ്വാനെ വാഴിച്ച ഒരുപാട് ബിഷപ്പ്മാരും അതുപോലെ തന്നെ അദ്ദേഹം തന്നെ വാഴിച്ച പുരോഹിതന്മാർ, ഇവർക്കൊക്കെ എതിരെ ഒരുപാട് ഹെററ്റിക്കായിട്ടുള്ള അലിഗേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ട്രൈത്തീസം ആരോപിക്കപ്പെട്ടവരുണ്ട്, സെബലിനിസം ആരോപിക്കപ്പെട്ടവരുണ്ട്, മോണോഫിസൈറ്റിസം ആരോപിക്കപ്പെട്ടു, നെസ്റ്റോറിസം ആരോപിക്കപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് ഹെറസിയിൽ മുഴുകിയ ഒരു കാലഘട്ടമായിരുന്നു ഇവരുടെ ഈ തുടക്ക കാലഘട്ടം എന്നുള്ളത്. പിന്നീട് അത് റെഗുലറൈസ് ചെയ്യപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റ് ഉൾപ്പെടെ മാറ്റി എഴുതുന്ന ഒരു ചരിത്രം കൂടിയുണ്ട്. അതേസമയം നമ്മൾ കൃത്യമായിട്ടും ആ കണ്ടംപററി അവരുടെ തന്നെ യാക്കോബ് ബുർദ്വാനെ തന്നെ വാഴിച്ച ജോൺ ഓഫ് എഫെസസിൻ്റെ രേഖകളിൽ നിന്നാണ് പ്രൈമറി എവിഡൻസ് അദ്ദേഹമാണ് നൽകുന്നത്. ആ പ്രൈമറി സോഴ്സിൽ നിന്ന് തന്നെയാണ് നമ്മൾ കൃത്യമായിട്ട് ഈ ഡേറ്റുകളൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നീട് ഇൻ്റർപൊളേഷൻസ് നടത്തിയ മാനിപ്പുലേഷൻസ് ഒക്കെ പിന്നീട് പല കാര്യങ്ങൾക്കൊണ്ടാണ്. കാരണം സമാന്തരമായിട്ടൊരു സഭ സ്ഥാപിക്കുന്നതന്നെ അതിൻ്റെ ഒരു അർജൻസിയൊക്കെ സ്ഥാപിക്കുക. യാക്കോബ് ബുർദ്വാനയ്ക്ക് അന്ന് സ്ഥാപിച്ചപ്പോൾ അന്നേരം തന്നെ പുതിയൊരു പാട്രിക്കേറ്റ് സ്ഥാപിക്കേണ്ടതായിട്ട് വന്നു, അല്ലെങ്കിൽ പുതിയൊരു സഭ സമാന്തരമായിട്ട് സ്ഥാപിക്കേണ്ടതായിട്ട് വന്നു എന്നൊക്കെയുള്ള രീതിയിൽ ആ താല്പര്യാർത്ഥമാണ് ഇത്തരത്തിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിൽ അവർക്ക് ഡേറ്റ് തന്നെ മാറ്റി എഴുതേണ്ട ആവശ്യം പിന്നീട് വന്നു എന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞാൽ ഈ യാക്കോബയ സഭ എന്ന് പറഞ്ഞാൽ അന്ത്യോക്യ സഭ എന്നൊക്കെ ഇവർ പറയുന്ന ഈ ഒരു സഭയ്ക്ക് അന്ത്യോക്യ സഭയുടെ സക്സഷൻ ഇല്ല,
ആ ലീനേജിലുള്ള സഭയല്ല, സമാന്തരമായിട്ട് കോപ്റ്റിക് കൈവപ്പോടെ സ്ഥാപിക്കപ്പെട്ട സഭയാണ്. അതുകൊണ്ട് തന്നെ പത്രോസിൻ്റെ സിംഹാസനമൊന്നും ഒരിക്കലും ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. പത്രോസിൻ്റെ സിംഹാസനം ഉള്ളത് അവിടുത്തെ ഒറിജിനൽ ഗ്രീക്ക് സഭയ്ക്കാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ സിംബോളിക്കലി പത്രോസിൻ്റെ സിംഹാസനമൊക്കെ പറയാൻ പറ്റും. കാരണം അവിടുത്തെ സ്ഥലത്തിലുള്ള ആൾക്കാർ തന്നെയായിരുന്നു ഇതൊക്കെ ചെയ്തത്. അവർ സമാന്തരമായിട്ട് ഇത്തരത്തിൽ സഭ ഉണ്ടാക്കിയത്. മാത്രമല്ല ലിംഗ്വിസ്റ്റിക്കലി കൾച്ചറലി ഒക്കെ ആ ഒരു കണ്ടിന്യൂഷൻ ഇവർക്കുണ്ട്, ആ ഹെറിറ്റേജ് ഇവർക്കുണ്ട്. അതൊരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അന്ത്യോക്യ സഭയുടെ ഹെറിറ്റേജ് പൈതൃകമൊക്കെ ഇവർക്കുണ്ട്. കൈവപ്പ് പ്രകാരമായിട്ടുള്ള സക്സഷൻ മാത്രമേ ഞാൻ നിരാകരിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് വളരെ കൃത്യമായിട്ടുള്ള ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതേസമയം അവർക്ക് ലിംഗ്വിസ്റ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ അന്ത്യോക്യ സഭയുടെ മഹാഭൂരിപക്ഷവും ഗ്രീക്ക് ഒരു ഡൊമിനേഷൻ ആയിരുന്നെങ്കിലും സിറിയാക്ക് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സുറിയാനികൾ എന്നറിയപ്പെടുന്നത് അവരുടെ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ ആ ഒരു സക്സഷൻ, ആ ഒരു ലീനിയേജ്, മാത്രമല്ല സെയിൻറ്റ് ജെയിംസ് ലിറ്റർജി എന്നുള്ളത്, ആദ്യമേ ഗ്രീക്കിൽ എഴുതപ്പെട്ട സെയിൻറ്റ് ജെയിംസ് ലിറ്റർജി, അത് ജെറുസലേമിലെ സഭയുടെയാണ്. ബേസിക്കലി ജെറുസലേമിൻ്റെ ലിറ്റർജിയാണ് സെയിൻറ്റ് ജെയിംസ് ലിറ്റർജി, കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ് സ്ലീഹയുടെ ലിറ്റർജി. അത് പിന്നീട് അന്ത്യോക്യ സഭയാണ് അത് അഡോപ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കസ്റ്റോഡിയൻ എന്ന് വേണമെങ്കിൽ ഇന്ന് യാക്കോബ സഭയെ പറയാൻ പറ്റും. കാരണം പിന്നീട് ഈ ഒറിജിനൽ ഗ്രീക്ക് അന്ത്യോക്യ സഭ അവർ ബൈസാൻഡിയൻ ലിറ്റർജിയിലേക്ക് പിന്നീട് മാറിപ്പോയി. ഇവരാണ് പിന്നീട് അത് നിലനിർത്തിയത്. അതുകൊണ്ട് ആ ഒരു സെയിൻറ്റ് ജെയിംസ് ലിറ്റർജി പിന്നീട് അന്ത്യോക്യ സഭ അഡോപ്റ്റ് ചെയ്ത്, ഒറിജിനലി ഇറ്റ് ഈസ് നോട്ട് അന്ത്യോക്യൻ, പക്ഷേ അന്ത്യോക്യ സഭ അഡോപ്റ്റ് ചെയ്ത സെയിൻറ്റ് ജെയിംസ് ലിറ്റർജിയുടെ ഒരു കസ്റ്റോഡിയൻ എന്നുള്ള നിലയിൽ യാക്കോബ സഭയെ പറയാൻ പറ്റും. അതുപോലെ യാക്കോബ സഭ മാത്രമല്ല, യാക്കോബ സഭയിൽ നിന്ന് പിന്നീട് വന്നിട്ടിരിക്കുന്ന സിറിയാക്ക് കാത്തലിക് ചർച്ച് ഓഫ് അന്ത്യോക്ക്, അതുപോലെ തന്നെ മലങ്കരയിലെ സഭകൾ ഒക്കെ, അതായത് ഓർത്തഡോക്സ് സഭയായാലും മലങ്കര കത്തോലിക്ക സഭയായാലും ഒക്കെ ആ ഒരു പൈതൃകത്തിൽ നിന്ന് വന്നിരിക്കുന്ന സഭകളാണ്. ഈ സെയിൻറ്റ് ജെയിംസ് ലിറ്റർജി തന്നെയാണ് യാക്കോബിൻ്റെ തക്സയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ പറയുന്ന പോലത്തെ കണ്ടിന്യൂവേഷനൊക്കെ ഇവർക്കെല്ലാം ഉണ്ട്, എല്ലാ സഭകൾക്കും ഉണ്ട്. മാത്രമല്ല അന്ന് ആ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയ സഭയെന്നുള്ള നിലയിൽ സുറിയാനിക്കാരുടെ അല്ലെങ്കിൽ വെസ്റ്റ് സിറിയാക് ട്രഡീഷൻ നിലനിർത്തിയ ഒരു സഭയെന്നുള്ള നിലയിൽ അന്ത്യോക്യൻ ഹെറിറ്റേജ് ഉണ്ടെന്നത് ഞാൻ തീർത്തും അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ്. അതേസമയം കൈവപ്പ് പ്രകാരമുള്ള ഈ പറയുന്ന സക്സഷൻ ഇല്ല എന്നുള്ളതാണ്, ആ ലീനിയേജ് ഇല്ല എന്നുള്ളതാണ്. നമ്മൾ അപ്പോസ്തോലിക പിന്തുടർച്ചയെന്ന് പറഞ്ഞാൽ കൈവപ്പ് പ്രകാരമുള്ള പിന്തുടർച്ചയാണ് പറയുന്നത്. ഈ കൈവപ്പില്ലാതെ ഈ പൈതൃകങ്ങളും അല്ലെങ്കിൽ ഇവരുടെ ആ പറയുന്ന കൾച്ചേഴ്സും ട്രഡീഷൻസും ഒക്കെ മാത്രമേ ഉള്ളൂ എന്ന് പറയുവാണെങ്കിൽ അത് ഈ കാലഘട്ടത്തിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ബിലീവേഴ്സ് ചർച്ചിന് വേണമെങ്കിൽ ഇതേ എല്ലാം അഡോപ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്കും അതേ തുടർച്ചയാണെന്നോ അല്ലെങ്കിൽ അന്ത്യോക്യ സഭയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇവിടെയുള്ള അന്ത്യോക്യ സഭയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും, കുന്നംകുളം അന്ത്യോക്യമായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ അതിനകത്ത് വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് പലർക്കും ക്ലെയിം ചെയ്യാൻ പറ്റും. ആ ഒരു സക്സഷൻ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും പത്രോസിന് സിംഹാസനമുണ്ട് എന്ന് ഈ യാക്കോബായ സഭയ്ക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുണ്ട്. കോപ്റ്റിക് കൈവപ്പ് വഴി മർക്കോസിൻ്റെ സിംഹാസനം ക്ലെയിം ചെയ്യാൻ പറ്റും. മർക്കോസാണ് കോപ്റ്റിക് സഭ സ്ഥാപിക്കുന്നത്. പിന്നെ മറ്റൊരു രീതിയിൽ പറയുവാണെങ്കിൽ റോമിൽ വെച്ചാണ് പത്രോസ്ലീഹ മർക്കോസിൻ്റെ കൈവപ്പ് കൊടുക്കുന്നതും അങ്ങനെ മർക്കോസിനെ, തൻ്റെ ശിഷ്യനായിരുന്ന മർക്കോസിനെ അലക്സാണ്ട്രിയയിലേക്ക് അയക്കുന്നത്. പക്ഷേ അലക്സാണ്ട്രിയ സഭ സ്ഥാപിക്കുന്നത് മർക്കോസ് തന്നെയാണ്. തങ്ങളുടെ സഭയുടെ സ്ഥാപകനായിട്ട് അലക്സാണ്ട്രിയ സഭ കാണുന്നത് മർക്കോസിനെയാണ്, അല്ല പത്രോസിനെയല്ല കാണുന്നത്. മർക്കോസിൻ്റെ പിന്തുടർച്ചയിലും കൈവപ്പിലാണ് അവർ നിലനിൽക്കുന്നത്. ആ മർക്കോസിന് കൈവപ്പ് കൊടുക്കുന്നതും അദ്ദേഹത്തെ എവിടേക്കിടയ്ക്ക് അയക്കുന്നത് പത്രോസ് ആണെന്നേ ഉള്ളൂ. പക്ഷേ പത്രോസ് ഒരിക്കലും അലക്സാണ്ട്രിയ സഭ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ്, അതതിൻ്റെ പരമാർത്ഥം. അതുകൊണ്ട് യാക്കോബായ സഭയ്ക്ക് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ആ സക്സഷൻ ലീനിയേജ് അനുസരിച്ച് പത്രോസിൻ്റെ സിംഹാസനം ഉണ്ടെന്ന് ഒരിക്കലും പറയുക സാധ്യമല്ല. അതേസമയം കോപ്റ്റിക് കൈവപ്പ് വഴിയായി മർക്കോസിൻ്റെ സിംഹാസനം ഉണ്ടെന്ന് കൃത്യമായിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അപ്പോസ്തോലിക സഭ തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, കൈവപ്രകാരമുള്ള സക്സഷൻ ലീനേജ് ഇല്ലെങ്കിൽ തന്നെ ഈ ഹെറിറ്റേജ് അല്ലെങ്കിൽ ഈ പൈതൃകത്തിൽ വന്ന സഭ തന്നെയാണ്, ആ നാട്ടിൽ തന്നെ വന്ന സഭയാണ്. അവിടെ ജിയോഗ്രഫിക്കലി അവിടെ അന്ന് ഭരിക്കാനോ അല്ലെങ്കിൽ അന്ത്യോക്യ കാലുകുത്താനായിട്ടുള്ള അവസരം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പക്ഷേ എന്നാലും ആ പ്രദേശങ്ങളിൽ തന്നെയുള്ള ആളുകളാൽ സ്ഥാപിക്കപ്പെട്ടതായതുകൊണ്ട് തന്നെ, മാത്രമല്ല കൾച്ചറലി ലിംഗ്വിസ്റ്റിക്കലി ഒക്കെ ആ ഒരു, പിന്നെ മാത്രമല്ല ലിറ്റർജിക്കലി ഒക്കെ ആ പിന്തുടർച്ചയുള്ളൊരു സഭ തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സിംബോളിക്കലി പത്രോസിൻ്റെ സിംഹാസനം ഉണ്ടെന്ന് പറയാൻ പറ്റും. ഇവിടെ നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭാ വിഷയം അറിയാമല്ലോ. ആ സഭാ വിഷയത്തിൽ കാതോലിക്ക ബാവയായിരുന്ന ഔഗേൻ തിരുമേനി, ഔഗേൻ ബാവ പത്രോസിൻ്റെ സിംഹാസനം ക്ലെയിം ചെയ്തപ്പോൾ അന്നത്തെ പാത്രിക്കീസ്, യാക്കോബ് തൃതീയൻ പാത്രിക്കീസ് ബാവ അയക്കുന്ന ഒരു കൽപ്പനയുണ്ട്. ഈ കൽപ്പനയിൽ പറയുന്നത് തോമാസ് ലീഹയ്ക്ക് പട്ടം പോലും ഇല്ല എന്നുള്ള കാര്യമാണ്. പിന്നീട് ഇന്നും അവർ പറയുന്നത് ഈ പറയുന്ന തോമസ് ലീഹയുടെ സക്സഷൻ ഇവിടെ ഇല്ല, കൈവപ്പില്ല, അതുപോലെ തന്നെ ഒരു ഡയറക്റ്റ്ലി ഇവിടെ ആരെയും അദ്ദേഹം വാഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പൈതൃകമൊക്കെ പറയാം, ഒരു സിംബോളിക്കായിട്ടുള്ളൊരു ത്രോൺ എന്നുള്ളത് പറയാമെന്നൊക്കെ പറയുന്ന പോലെ കൃത്യമായിട്ട് സിംബോളിക്കായിട്ട് ഈ പറയുന്ന പോലെ ഒരു പത്രോസിൻ്റെ സിംഹാസനമൊക്കെ ക്ലെയിം ചെയ്യാം. പക്ഷേ ലീനേജ് പരമായിട്ട്
കൈവപ്പ് പ്രകാരമായിട്ട് അങ്ങനെ ഒരു സിംഹാസനം ഇല്ല. കാരണം അതൊരു ഡ്യൂപ്ലിക്കേറ്റ് അന്ത്യോക്യ സഭയായിരുന്നു. ഒറിജിനൽ അന്ത്യോക്യ സഭയുമായിട്ട് ബന്ധമുണ്ടായിരുന്നില്ല, ജൂറിസ്ഡിക്ഷൻ പ്രകാരമായിട്ടുണ്ടായിരുന്നില്ല, ജിയോഗ്രഫിക്കലി ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവിടെ ഒരിക്കലും അന്ത്യോക്യ ആസ്ഥാനമായിട്ട് ഒരിക്കലും ഈ യാക്കോബ സഭ അവിടെ പ്രവർത്തിച്ചില്ല എന്നുള്ളതുകൊണ്ട് കൈവപ്രകാരമായിട്ട് ഒരു മെത്രാൻ പോലും, അന്ത്യോക്യ ഒറിജിനൽ സഭയുടെ ഒരു മെത്രാൻ പോലും, ഒരു റെപ്രസെൻറ്റേഷൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല, ഇവരുടെ സഭയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ചരിത്ര യാഥാർത്ഥ്യമാണ്. എല്ലാവരും യാക്കോബ് ബുർദ്വാനയിൽ വാഴിക്കപ്പെട്ടതായിരുന്നു. യാക്കോബ് ബുർദ്വാന വാഴിക്കപ്പെട്ടത് അലക്സാണ്ട്രിയയിലെ അല്ലെങ്കിൽ കോപ്റ്റിക് പോപ്പായിരുന്ന തിയോഡോഷ്യസിനാലാണ് വാഴിക്കപ്പെട്ടത്. അങ്ങനെ കോപ്റ്റിക് കൈവപ്പുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ അപ്പോസ്തലിക സഭ തന്നെയാണ്, ഒരു സംശയം ആ കാര്യത്തിലില്ല. പക്ഷേ പത്രോസിൻ്റെ സിംഹാസനം ഇല്ല. കോപ്റ്റിക് പോപ്പ് വഴി, കോപ്റ്റിക് കൈവപ്പ് വഴി മർക്കോസിൻ്റെ സിംഹാസനം ഉണ്ടെന്നുള്ളത് ഉറപ്പിച്ച് തന്നെ പറയുന്നു. അതുപോലെ ഒരു സിംബോളിക്കലി പത്രോസിൻ്റെ സിംഹാസനമൊക്കെ ക്ലെയിം ചെയ്യാം. അതുപോലെ കേരളത്തിൽ പ്രത്യേകിച്ചും സീറോ മലബാർ സഭയാകട്ടെ, മലങ്കര ഓർത്തഡോക്സ് സഭയാകട്ടെ, അതുപോലെ തന്നെ മാർത്തോമാ സഭയാകട്ടെ, മലങ്കര കത്തോലിക്ക സഭയാകട്ടെ, എല്ലാ സഭകളും, മിക്ക സഭകളും ഒക്കെ തോമസ് ലീഹയുടെ ശ്ലീഹ സിംഹാസനം എന്നുള്ളത്, ത്രോൺ ഓഫ് സെയിൻറ്റ് തോമസ്, അത് ക്ലെയിം ചെയ്യുന്നുണ്ട്. അതിനെയൊക്കെ നിങ്ങൾ കളിയാക്കി നിങ്ങൾക്കൊരു അലങ്കാരിക സിംഹാസനം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തുടക്കത്തിൽ നിങ്ങളെങ്ങനെയാണ് തുടങ്ങിയത് എന്നുള്ളത് മാത്രമല്ല ഒരു പോയിൻ്റ് പറയാം. അതായത് ഇവിടെ 1912 സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ഒരു പാത്രിക്കീസിനെ കൊണ്ടുവന്നിട്ടാണ് കാതോലിക്കേറ്റ് സ്ഥാപിച്ചതെന്ന് നിങ്ങൾ ആരോപിക്കുമ്പോൾ അത് ശരിയോ തെറ്റോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അങ്ങനെ ആരോപിക്കുക നിങ്ങളുടെ സഭ, ഇതൊരു ഹൈറാർക്കി മാത്രമാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഓൾറെഡി ഒരു സഭയുണ്ടായിരുന്നു, നിങ്ങളുടെ കൈവപ്പ് തന്നെ കൊടുത്ത് ഇവിടെ മുളന്തുരുത്തി സുനദോസിന് ശേഷം വളരെ കൃത്യമായിട്ട് ആ സഭ ഇവിടെ ഉണ്ടായിരുന്നു. അതൊരു ഹൈറാർക്കി മാത്രമാണ് സെറ്റ് ചെയ്യുന്നത്, അല്ലാതെ പുതിയൊരു സഭ സ്ഥാപിക്കുകയല്ല ചെയ്തത്. ഓൾറെഡി ഇവിടെ ബിഷപ്പ്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹൈറാർക്കി, പുതിയൊരു ഹൈറാർക്കി സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഒരു ഹയസ്റ്റ് പൊസിഷൻ ഓഫ് ദറ്റ് ഹൈറാർക്കി അത് സെറ്റ് ചെയ്യുന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ നിങ്ങളുടെ തുടക്കത്തിൽ കിടക്കുന്ന എന്താണ്? പുതിയൊരു സഭ തന്നെ സ്ഥാപിക്കുകയാണ്. അപ്പോൾ മറ്റൊരു സഭയുടെ ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്ത, ജൂറിസ്ഡിക്ഷൻ പരിധി ലംഘിച്ചുകൊണ്ട് നിക്കിയ, അതുപോലെ തന്നെ കോൺസ്റ്റന്റിനോപ്പിൾ, എഫെസോസ് കൗൺസിലുകളുടെ കാനോനുകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് നിരാകരിച്ചുകൊണ്ട് പുതിയൊരു സഭ തന്നെ സ്ഥാപിക്കുകയാണ്. ഒരു വ്യക്തിക്ക് കൈവപ്പ് കൊടുക്കുകയും ആ വ്യക്തി ഓടി നടന്ന് പുതുതായിട്ട് ബിഷപ്പ്മാരെയും അച്ഛന്മാരെയൊക്കെ വാഴിച്ചൊരു സഭ തന്നെ തട്ടിക്കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചരിത്രം നിങ്ങൾക്കുള്ളപ്പോൾ, അങ്ങനെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ഒരു മാത്രികസിനാലാണ് നിങ്ങളുടെ സഭ തന്നെ സ്ഥാപിച്ചത്. ആ സഭ മുഴുവനെ സ്ഥാപിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ സമാന്തരമായിട്ട് സ്ഥാപിക്കപ്പെട്ട ഒരു സഭയുടെ ഭാഗമായിരിക്കും നിങ്ങൾക്ക് ഇത്തരത്തിൽ ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പം ഇതൊക്കെ മനസ്സിൽ ചിന്തിക്കണം ബിഫോർ യു മേക്ക് സച്ച് ക്ലെയിംസ്. അതുകൊണ്ട് നിങ്ങളിവിടെ തോമസ് ലീഹയുടെ സിംഹാസനം ഇല്ലെന്നും ഇവിടെ കൈവപ്പില്ലെന്നൊക്കെ പറയുമ്പോൾ അതേ കാര്യം നിങ്ങൾക്ക് ബാധകമായി വരികയാണ്. പത്രോസ് ലീഹയുടെ കൈവപ്പ് പ്രകാരമായിട്ടുള്ള സക്സഷൻ നിങ്ങൾക്ക് ഇല്ലാതെ വരുമ്പോൾ പത്രോസ് ലീഹയിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ലീനിയേജ് ഇല്ല, സക്സഷൻ ഇല്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും പത്രോസിൻ്റെ സിംഹാസനം ക്ലെയിം ചെയ്യാൻ സാധിക്കത്തില്ലെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് യാക്കോബായ സഭ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അന്ത്യോക്യ സഭയാണെന്ന് പറയുന്നത്. യാക്കോബ് ബുർദ്വാനയിലൂടെ സ്ഥാപിക്കപ്പെട്ട സഭയാണ്. ആ സഭയിലെ എല്ലാ ബിഷപ്പ്മാരും യാക്കോബ് ബുർദ്വാന തന്നെ വാഴിച്ചവരായിരുന്നു. യാക്കോബ് ബുർദ്വാനയോ കോപ്റ്റിക് പാത്രിക്കീസ് വാഴിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യാക്കോബായ സഭയെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അന്ത്യോക്യ സഭയെന്ന് വിളിക്കേണ്ടി വരുന്നത്. തൽക്കാലം ഈ ഒരു ചരിത്രം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നിഖ്യ കാനോനുമായിട്ട് ബന്ധപ്പെട്ട ചില ചില തെറ്റിദ്ധാരണകൾ അതൊക്കെ തിരുത്തുന്ന ഒരു വീഡിയോയാണ്. സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക. ആൾക്കാർ ചരിത്രമൊക്കെ അറിയട്ടെ, മനസ്സിലാക്കട്ടെ. മാത്രമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലായിട്ടും കലർപ്പില്ലാത്ത യഥാർത്ഥ ചരിത്രം പറയാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.